ജിൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആദ്യ ആർച്ച് പ്രീസ്റ്റ് പടിയിറങ്ങുന്നു. റവറൻഡ് ഡോക്ടർ മാണി പുതിയിടമച്ചൻ. അച്ഛൻ ഒരുപാട് മേഖലകളിൽ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കായി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ദൈവജനത്തിനു വേണ്ടി അദ്ദേഹം ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങിയ എല്ലാ മേഖലയിലും തൻ്റെ കഴിവ് തെളിയിച്ച് തൻ്റെ മുദ്ര അടയാളപ്പെടുത്തി കർത്താവിന് സാക്ഷ്യം വഹിച്ച ആ പൗരോഹിത്യ ശുശ്രൂഷ നീണ്ട 51 വർഷങ്ങൾക്ക് ശേഷം വിശ്രമ ജീവിതത്തിനായി നിയോഗിക്കപ്പെടുമ്പോൾ വിശ്രമത്തിലേക്കല്ല, മറിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തന്നെ ധ്യാന ശുശ്രൂഷയിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. കാരണം ദൈവത്തിനു വേണ്ടി പ്രഘോഷിച്ച് തൻ്റെ നാവിന് വിശ്രമം കൊടുക്കാനായില്ല എന്ന അദ്ദേഹത്തിൻ്റെ ആ ചിന്തയും അദ്ദേഹത്തിൻ്റെ ആ തീഷ്ണതയുമാണ് ഇതിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തോടൊപ്പം കൊച്ചച്ചന്മാരായി ശുശ്രൂഷ ചെയ്ത വൈദികർക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മാണിയച്ചൻ തൻ്റെ പൗരോഹിത്യത്തിൻ്റെ 51 വർഷങ്ങൾ വളരെ വിജയകരമായി പൂർത്തിയാക്കി അജപാലന ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്ന ഈ അവസരത്തിൽ അച്ഛനെ പറ്റി നല്ല ഓർമ്മകളാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് പൗരോഹിത്യം സ്വീകരിച്ച് ആദ്യമായിട്ട് വരുന്ന ഇടവകയിലെ വികാരിയച്ഛനായിരുന്നു മാണിയച്ചൻ. അതിരമ്പുഴ സെൻറ് മേരീസ് ഫൊറോന പള്ളിയിലെ കൊച്ചച്ഛനായിട്ട് വന്നപ്പോൾ എൻ്റെ വികാരിയച്ഛൻ എന്ന നിലയിലുള്ള ബന്ധമാണ് അച്ഛനുമായിട്ട് എനിക്ക് ഓർത്തെടുക്കാനുള്ളത്. അച്ഛന് ഞങ്ങൾക്കെല്ലാവർക്കും, കൊച്ചച്ഛന്മാർക്ക് എല്ലാവർക്കും ഒരു പിതാവിനെ പോലെയായിരുന്നു. ഒരപ്പൻ്റെ സ്നേഹം തന്നാണ് മാണിയച്ചൻ ഞങ്ങളെ എല്ലാവരെയും വളർത്തിയത്. ആ ഒരു ബന്ധവും സ്നേഹവും ഇന്നും തുടരുന്നുണ്ട് എന്നതാണ് ആ ഒരു ബന്ധത്തിൻ്റെ പ്രത്യേകത. ഞാനിവിടെ വന്നപ്പോൾ ഓർക്കുകയാണ്, അച്ഛൻ എന്നോട് ആദ്യം പറഞ്ഞത് ഇവിടുത്തെ ഇടവകയിൽ വീടുകളെല്ലാം പോയി സന്ദർശിക്കാനാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ അതിനുള്ള ഷെഡ്യൂളൊക്കെ തയ്യാറാക്കി എനിക്ക് തിരിച്ചു തന്നിരുന്ന ഭാഗങ്ങളിലേക്ക് ഇടവക സന്ദർശനത്തിനായിട്ട് വിട്ടു. അങ്ങനെ അച്ഛൻ്റെ കൂടെ 2 വർഷമാണ് ഞാനിവിടെ സേവനം ചെയ്തത്. അങ്ങനെ എനിക്ക് തന്ന 1000 വീടുകളിൽ എല്ലാ വീടുകളിലും വർഷത്തിൽ 2 പ്രാവശ്യം സന്ദർശിക്കാനും വെഞ്ചരിക്കാനും സാധിച്ചു. അങ്ങനെ അവിടെയുള്ള ആൾക്കാരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാനും അതിന് കാരണമായി. മാണിയച്ചൻ എപ്പോഴും കൊച്ചച്ഛന്മാർക്ക് ഒത്തിരി ഫ്രീഡം തരുന്ന ഒരു വികാരിയച്ഛനായിരുന്നു. അച്ഛൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷേ അച്ഛനൊരു ശ്രദ്ധയുണ്ടാവും. ആ ഒരു ബന്ധം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒത്തിരി കൊച്ചച്ഛന്മാരെന്ന രീതിയിൽ ഉത്തരവാദിത്വത്തോടെ വളരാൻ കാരണമായി എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അച്ഛന് ഇടവയെക്കുറിച്ച് നല്ലൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് അച്ഛന് കാര്യങ്ങൾ ചെയ്യുന്നത്. അച്ഛൻ്റെ ഒരു പ്രത്യേകത, ഞങ്ങൾക്ക് 3 കൊച്ചച്ഛന്മാർക്കും ഏൽപ്പിച്ചു തന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ കുടുംബ കൂട്ടായ്മ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ആ കുടുംബ കൂട്ടായ്മകൾക്ക് 10 മിനിറ്റ് എങ്കിലും അച്ഛൻ അവിടെ സന്ദർശിക്കും. ഒരിക്കൽ പോലും കുടുംബ കൂട്ടായ്മ മുടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അച്ഛനെ ഏറ്റവും മഹത്തരമാക്കുന്നത് ഞങ്ങളുടെ കൊച്ചച്ഛന്മാർ തമ്മിലുള്ള ബന്ധം വളർത്താനും അച്ഛനുമായിട്ടുള്ള ബന്ധം വളർത്താനും അച്ഛൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ വന്നാൽ അച്ഛനെ ഉടനെ നമ്മുടെ മുഖം വായിച്ചെടുക്കും. എന്നിട്ട് പറയും, എന്നാ പറ്റി, ഇങ്ങ് വരാൻ പറയും. അങ്ങനെ അച്ഛൻ നമ്മളെ വിളിച്ച് സ്നേഹിച്ച് നമ്മുടെ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം. അങ്ങനെ ഞങ്ങൾ തമ്മിൽ, കൊച്ചച്ഛന്മാർ തമ്മിൽ നല്ലൊരു സ്നേഹബന്ധം വളർത്തിയെടുത്ത ഒരു വികാരിയച്ഛനായിരുന്നു മാണിയച്ചൻ. പിന്നെ അച്ഛൻ്റെ പ്രസംഗങ്ങൾ ഇടവകയെ എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് കുടുംബ കൂട്ടായ്മയിലെ അച്ഛൻ ശ്രദ്ധിക്കുന്ന ഒരു പ്രവർത്തനം ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടുംബ കൂട്ടായ്മ ലീഡേഴ്സിന് ഒത്തിരി റോളുകൾ ഇടവകയെ കൊടുക്കും. അവരിലൂടെയാണ് ഇടവകയെ നന്നായിട്ട് അച്ഛൻ ചലിപ്പിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഇടവകയിലെ കൈക്കാരന്മാര്, അവരുമായിട്ടുള്ള ബന്ധം, ഇടവകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ, അങ്ങനെ ഏത് മേഖലകളിലും അച്ഛൻ എപ്പോഴും ഒരു ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടാണ് തൻ്റെ അജപാലന ശുശ്രൂഷ നിർവഹിച്ചത്. അതുകൊണ്ടാണ് ഏത് ഇടവകയിൽ അച്ഛൻ ചെന്നാലും അച്ഛൻ അവിടെ ഒരു മുദ്ര പതിപ്പിച്ചിട്ടാണ് പോകുന്നത്. ഒരു സ്നേഹത്തിന്റെ മുദ്ര, ഒരപ്പന്റെ മുദ്ര, എല്ലാവരും സ്നേഹിക്കുന്ന. അച്ഛൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ, അച്ഛൻ്റെ ആ സ്വരം കേൾക്കാൻ ഇഷ്ടപ്പെട്ട് ഓടി പള്ളിയിൽ വരുന്നവരുണ്ടായിരുന്നു. ഞങ്ങൾ കൊച്ചച്ഛന്മാരെ എപ്പോഴും ആൾക്കാരോട് പറയും, അവരെ സ്നേഹിക്കണം, അവരോട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറയണം. അങ്ങനെ കൊച്ചച്ഛന്മാരെ വളർത്തിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എവിടെ പോയാലും ഒരു മാണിയച്ചൻ്റെ ട്രെയിനിങ് കിട്ടിയ കൊച്ചച്ഛന്മാരെന്ന് എപ്പോഴും പറയാൻ സാധിക്കും. അങ്ങനെ ഒരു അഭിമാനമാണ്. അച്ഛന് ശുശ്രൂഷ രംഗത്ത് നിന്ന് വിരമിക്കുകയാണെങ്കിലും അച്ഛൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ദൈവാനുഗ്രഹം ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ ഈ വചനപ്രഘോഷണ രംഗത്തേക്ക് അച്ഛൻ ഇറങ്ങുകയാണ്. MOCയിൽ താമസിച്ചുകൊണ്ട് അവിടെയും ഓരോ ഇടവകളിൽ പോയി ധ്യാനിപ്പിക്കാനും
അങ്ങനെ തൻ്റെ അജപാലന ശുശ്രൂഷയിൽ എപ്പോഴും നല്ല ആത്മീയതയോടെയും ഒപ്പം എനർജറ്റിക് ആയിട്ടും ഇരിക്കാനുള്ള കഴിവ് അച്ഛനുണ്ട്. അച്ഛനെ പറ്റിയുള്ള നല്ല ഓർമ്മകളിൽ ഞങ്ങൾ കൊച്ചച്ഛന്മാരെല്ലാം സന്തോഷിക്കുന്നു. ഞാനും പ്രത്യേകമായി സന്തോഷിക്കുന്നു. അച്ഛൻ ഒത്തിരി നന്ദി പറയുന്നു. കാരണം ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അച്ഛനെ ഏൽപ്പിച്ച എല്ലാ ഇടവകളിലും അച്ഛൻ വളരെ ആക്റ്റീവായിട്ടൊരു മിനിസ്ട്രി കാഴ്ചവെച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപത ഒത്തിരി സന്തോഷിക്കുന്നു അച്ഛനെ പ്രതി. അച്ഛൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം ഓർക്കുന്നു. അങ്ങനെ നല്ല ആക്റ്റീവായുള്ളൊരു പ്രീസ്റ്റ് ആകണമെന്ന് ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളെ പഠിപ്പിച്ച സ്നേഹനിധിയായ ഞങ്ങളുടെ അപ്പൻ എന്ന് പറയത്തക്ക സ്ഥാനത്തുള്ള മാണിയച്ഛന് എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടു കൂടെ നേരുന്നു. ദൈവം അച്ഛൻ്റെ ജീവിതത്തെയും ശുശ്രൂഷകളെയും ഇനിയും ഒരുപാട് അനുഗ്രഹിക്കട്ടെ. അച്ഛൻ കണ്ടുമുട്ടിയ, അച്ഛൻ സ്നേഹിച്ച പാവപ്പെട്ടവരും അവരുടെ ഉള്ളിലുള്ള സ്നേഹവും അച്ഛനെ എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും വലിയവനാക്കി മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. അച്ഛൻ ഒരുപാട് വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പാവപ്പെട്ടവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരും അറിയാതെ ചെയ്ത ആ ശുശ്രൂഷകൾക്കൊക്കെ തീർച്ചയായിട്ടും തമ്പുരാന്റെ മുൻപിൽ വലിയ ഒരു വിലയായി അത് മാറുമെന്ന് നമുക്കെല്ലാവർക്കും ആശ്വസിക്കാം. അങ്ങനെ അച്ഛനെ കണ്ടുമുട്ടിയവർ, അച്ഛൻ പരിശീലിപ്പിച്ച കൊച്ചച്ഛന്മാർ എന്ന നിലയിലുള്ള ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അച്ഛന് രേഖപ്പെടുത്തുന്നു. തുടർന്നും ഈ ബന്ധം ഞങ്ങൾ തുടരും. ഞങ്ങളുടെ നല്ല ഒരു പിതാവിനെ പോലെ ഞങ്ങളെ സ്നേഹിച്ചതിന് മാണിയച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. നമുക്കൊക്കെ ഏറ്റവും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട മാണി പുതിയടത്തച്ഛൻ തൻ്റെ 51 വർഷക്കാലത്തെ പൗരോഹിത്യ ജീവിതത്തിൽ നിന്നും ഔദ്യോഗികമായിട്ട് മാത്രം വിരമിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ ഔദ്യോഗികമായിട്ട് മാത്രം വിരമിക്കുക എന്ന് പറയാൻ കാരണം അച്ഛൻ പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ പൗരോഹിത്യ ജീവിതം ഒരിക്കലും അവസാനിക്കുന്നതല്ല, എൻ്റെ മരണത്തോടുകൂടി മാത്രമേ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകൾ അവസാനിക്കുകയുള്ളൂ എന്നും. അതുകൊണ്ടാണ് ഞാൻ ഔദ്യോഗികമായിട്ട് വിരമിക്കുന്നു എന്ന് മാത്രം പറയുന്നത്. അച്ഛൻ ഇനിയും അച്ഛൻ്റെ പുരോഹിത ശുശ്രൂഷകൾ തുടരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അച്ഛൻ ആശംസകൾ അറിയിക്കുവാനായിട്ട് എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ തുടക്കത്തിലെ 3 വർഷങ്ങൾ മാണിയച്ഛൻ എന്ന് പറഞ്ഞ ഒരു മഹത് വ്യക്തിയോടൊപ്പമായിരുന്നു എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. അച്ഛനോട് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്യുന്നു. കാരണം അച്ഛൻ വളർത്തിയ പാതകൾക്കും അച്ഛൻ തന്ന ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഒക്കെ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട അച്ഛന് നന്ദി പറയുകയാണ്. അച്ഛനെപ്പറ്റി ആലോചിക്കുമ്പോൾ എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യം ബഹുമാനപ്പെട്ട മാണിയച്ഛൻ ഒരു നല്ല അജപാലകനാണ് എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് നിസ്സംശയം ആർക്കും പറയാനായിട്ട് സാധിക്കും. അച്ഛൻ്റെ കൂടെ ഇരുന്ന സഹവൈദ്യർക്ക് പറയാൻ സാധിക്കും, കൂടെ ശുശ്രൂഷ ചെയ്യുന്ന മറ്റ് വൈദ്യർക്ക് പറയാൻ സാധിക്കും, ഇടവകക്കാർക്ക് പറയാനായിട്ട് സാധിക്കും, മറ്റ് സമുദായത്തിലും സമൂഹത്തിലും ഒക്കെ പെട്ടവർക്ക് പറയാൻ സാധിക്കും മാണിയച്ഛൻ നല്ലൊരു അജപാലകനായിരുന്നു എന്നുള്ളത്. മാണിയച്ഛൻ അജപാലകനായിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ പെട്ടെന്ന് ഓടിയെത്തുന്നത് ഒരു 3 തലത്തിലുള്ള ഒരു നല്ല അജപാലകനെ എനിക്ക് മാണിയച്ഛനിൽ കാണുവാനായിട്ടും പഠിക്കുവാനായിട്ടും സാധിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് മാണിയച്ഛൻ്റെ അജപാലന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഒന്നിച്ച് ഒരു കൊടക്കീഴിൽ സഭയിലൂടെ ക്രിസ്തുവിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള ഒരു വലിയ ആഗ്രഹവും അതിന് പറ്റിയ വലിയ ആത്മാർത്ഥതയും അതിലേക്ക് ഒരു വലിയ തീഷ്ണതയും ബഹുമാനപ്പെട്ട മാണിയച്ഛനിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അത് കൂടെയുള്ള കൊച്ചച്ഛന്മാരെ ആണെങ്കിലും ദൈവജനത്തെ ആണെങ്കിലും സമൂഹത്തിലുള്ള മറ്റു ആൾക്കാരെയൊക്കെ ആണെങ്കിലും എല്ലാവരെയും ഒന്നിച്ച് നിർത്താനായിട്ട്, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഒന്നിച്ച് ഒരു കുടക്കീഴിൽ നിർത്തി സഭയിലൂടെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനായിട്ട് അവർ രക്ഷപ്പെടണം, അവരുടെ എല്ലാം ജീവിതം രക്ഷിക്കപ്പെടണം എന്നുള്ള വലിയൊരു ആഗ്രഹം മാണിയച്ഛൻ്റെ അജപാലന പ്രവർത്തനങ്ങളിൽ എപ്പോഴും എനിക്ക് കാണുവാൻ സാധിച്ച ഒരു വ്യത്യസ്തമായ ഒരു ശൈലിയാണ്. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു മാണിയച്ഛൻ. അവരുടെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് എല്ലാവരെയും ഒന്നിച്ച് സഭയിലൂടെ ദൈവത്തിലേക്ക് എത്തിക്കുന്ന ഒരു നല്ല അജപാലകനായ മാണിയച്ഛൻ. മറ്റൊരു സവിശേഷത മാണിയച്ഛൻ്റെ അജപാലന പ്രവർത്തനം ഞാൻ കണ്ടത് ഒരു കരുണയുടെ ഹൃദയമുള്ള, വലിയ കരുണയുടെ ഹൃദയമുള്ള ഒരു നല്ല അജപാലകനാണ് മാണിയച്ഛൻ. കാരണം മാണിയച്ഛൻ്റെ അജപാലന രീതിയിൽ കാരുണ്യത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. അവിടെ പാവപ്പെട്ടവനെ സഹായിക്കാനായിട്ടായിരിക്കാം, ഒരുപക്ഷെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ടായിരിക്കാം, ഒരുപക്ഷെ സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് അവരെ നയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അത് എവിടെയായിരുന്നാലും മറ്റുള്ളവരോട് കാരുണ്യത്തോടു കൂടി അവരുടെ ജീവിതങ്ങളെ രക്ഷിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന വലിയൊരു അജപാലകനായിരുന്നു. അതിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഇടവക ജനം മാത്രമല്ല, മറ്റ് ഇടവകയിൽപ്പെട്ടവരാണെങ്കിലും മറ്റ് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് വ്യക്തിയാണ്, ഒരു മനുഷ്യ വ്യക്തിയാണെങ്കിൽ അവനോട് ഏത് രീതിയിൽ അവൻ്റെ ആവശ്യം എന്താണെങ്കിലും അത് കാരുണ്യത്തിൻ്റെ ഒരു വലിയ ഹൃദയത്തോടു കൂടി അവനെ കേൾക്കുവാനായിട്ടും അവന് വേണ്ടി നിൽക്കുവാനായിട്ടും അതിന് പരിഹാരം കണ്ടെത്തുവാനായിട്ടും എന്ത് പ്രശ്നങ്ങളാണെങ്കിലും തൻ്റെ സ്വന്തം പ്രശ്നമായിട്ട് കണ്ടുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തുവാനായിട്ടുള്ള ഒരു വലിയ സവിശേഷത മാണിയച്ഛൻ്റെ വ്യക്തിത്വത്തിലുണ്ട്. അതൊക്കെ നമുക്ക് വളരെ ചുരുക്കം ചില വ്യക്തികളിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അപ്പോൾ അത് എനിക്കും വളരെ ആകർഷകമായിട്ട് ആ ഒരു മാണിയച്ഛൻ്റെ ശൈലി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു പരിധി വരെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹവും അച്ഛൻ്റെ കൂട്ടത്തിൽ ചിലവഴിച്ച നാളുകളിൽ എന്നിലും ഉണ്ടായിട്ടുണ്ട്. മൂന്നാമതായിട്ട് മാണിയച്ഛൻ്റെ അജപാലന പ്രവർത്തനത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു സവിശേഷത
മാണിയച്ചന് വിശുദ്ധ ഗ്രന്ഥത്തെ പറ്റിയും സഭയുടെ പഠനങ്ങളെ പറ്റിയും ഉറച്ച ബോധ്യമുള്ള ഒരു അജപാലകനായിരുന്നു മാണിയച്ചൻ. സഭയുടെ പഠനങ്ങളെ പറ്റിയും വിശുദ്ധ ഗ്രന്ഥത്തെ പറ്റി ഉറച്ച ബോധ്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല, ആ ബോധ്യങ്ങളെ ഉച്ചത്തിൽ മറ്റുള്ളവരോട് ഉദ്ഘോഷിക്കുവാനായിട്ടുള്ള കഴിവ് ദൈവം മാണിയച്ചന് നൽകിയിട്ടുണ്ട്. അത് ഏറ്റവും വളരെ ഭംഗിയായിട്ട് എത്തിക്കേണ്ട രീതിയിൽ മറ്റുള്ളവരെ എത്തിക്കാനായിട്ടും മാണിയച്ചന് അറിയാം. മാണിയച്ചൻ്റെ പ്രാസംഗിക രീതികളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് മാണിയച്ചന് ചില സമയങ്ങളിൽ ചില കാര്യങ്ങളോട് ഒരിക്കലും ചില ആശയങ്ങളോട് മാണിയച്ചൻ ഒരിക്കലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പൊരുത്തപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതിനെ ഇപ്പോൾ വിമർശിക്കുകയും അത് അതിൻ്റെതായ രീതിയിലല്ല പോകേണ്ടതെന്ന് വളരെ ഒന്നും മടിക്കാതെ എന്തൊക്കെ ജീവിതത്തിൽ നഷ്ടമായാലും, സ്ഥാനമാനങ്ങൾ നഷ്ടമായാലും, ലഭിക്കേണ്ട എന്ത് കാര്യങ്ങൾ ഭൗതികമായിട്ടുള്ള എന്ത് നഷ്ടമായാലും കുഴപ്പമില്ല, തൻ്റെ ബോധ്യങ്ങൾക്ക് എതിരെയുള്ള കാര്യങ്ങൾ, അത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും സഭയുടെ പഠനങ്ങൾക്കും എതിരെയുള്ള ബോധ്യങ്ങൾക്കെതിരായിട്ട് ശക്തമായിട്ട് സംസാരിക്കുകയും എന്നാൽ ആ ബോധ്യങ്ങളെ മറ്റുള്ളവരെ പഠിപ്പിക്കുവാനായിട്ട് തന്നാലാവും വിധം അത് തൻ്റെ പ്രസംഗത്തിലൂടെയും ക്ലാസ്സുകളിലൂടെയും തൻ്റെ സംസാരങ്ങളിലൂടെയും ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളിലുള്ള തൻ്റെ സാന്നിധ്യങ്ങൾ വഴിയുമൊക്കെ സഭയുടെ പഠനങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങളുമൊക്കെ കൃത്യമായിട്ട് എത്തിക്കേണ്ട രീതിയിൽ ദൈവജനത്തിൻ്റെ പക്കൽ എത്തിക്കുവാനായിട്ടുള്ള ഒരു വലിയ കഴിവും മാണിയച്ചൻ്റെ അജപാലന പ്രവർത്തനത്തിൽ എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുപോലെ ഒത്തിരിയേറെ കഴിവുകളുള്ള ഒരു വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് മാണിയച്ചൻ എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം സഭയിലും സമൂഹത്തിലും നമ്മുടെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലുമൊക്കെ ഉള്ള അച്ഛൻ്റെ ഇടപെടലുകൾ അച്ഛൻ്റെ ആ കഴിവിനെയും സഭയോടുള്ള സ്നേഹത്തെയും അതിനേക്കാൾ ഉപരി മനുഷ്യനോടുള്ള സ്നേഹത്തെയും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹത്തെയും ഒക്കെ പറ്റി നമുക്ക് നല്ല ചിന്തകൾ നൽകുന്നതാണ്. അങ്ങനെയുള്ള ഒരു അജപാലകൻ തൻ്റെ ഔദ്യോഗികമായ ശുശ്രൂഷയിൽ നിന്നും പിൻവാങ്ങുക എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായും അച്ഛൻ പിൻവാങ്ങുന്നില്ല. എങ്കിലും ഇത്രയും നാളത്തെ 51 വർഷക്കാലം അച്ഛൻ ചെയ്ത ആ സേവനങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അച്ഛൻ അത് ചെയ്തിട്ടുണ്ട്. സെമിനാറുകളിൽ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ദീപിക ദിനപത്രത്തിൻ്റെ അച്ഛൻ്റെ സേവനം ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ അച്ഛൻ്റെ സേവനം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ പല മേഖലകളിലും അച്ഛൻ്റെ ഒത്തിരിയേറെ സേവനങ്ങളും ഇടവകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെ വളർച്ചയ്ക്ക് അച്ഛൻ്റെ സാന്നിധ്യവും കഴിവുകളും സമയവും ഒക്കെ അച്ഛൻ ഒത്തിരി വിനിയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ നന്ദിയോടുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. അതിൻ്റെയൊക്കെ അല്പമെങ്കിലും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലും സാംശീകരിക്കുവാനായിട്ട് അത് പ്രാവർത്തികമാക്കുവാനായിട്ട് ദൈവം ഇടയാക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നൽകിയ എല്ലാ സ്നേഹത്തിനും കാരുണ്യത്തിനും അച്ഛൻ നൽകിയ എല്ലാ പരിശീലനത്തിനും പ്രോത്സാഹനത്തിനും എല്ലാം ഈ അവസരത്തിൽ അച്ഛന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ഇനിയും മുൻപോട്ട് ഉള്ള അച്ഛൻ്റെ ആഗ്രഹപ്രകാരം സുവിശേഷ വൽക്കരണം തൻ്റെ ജീവിതത്തിലൂടെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ മറ്റുള്ളവരിൽ എത്തിക്കുവാനായിട്ടുള്ള അച്ഛൻ്റെ അത്യഷ്ണമായ ആഗ്രഹം ദൈവം നടത്തുവാനായിട്ട് ഇടയാകട്ടെ. അതിലൂടെ ഒത്തിരി പേര് ദൈവവചനം അറിയുവാനായിട്ടും ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ടും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. ബഹുമാനപ്പെട്ട മാണിയച്ചൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ 51 വർഷം പിന്നിട്ട് വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഒരിക്കലും വിശ്രമമില്ല. എന്നാൽ സഭ നിശ്ചയിച്ചിരിക്കുന്ന കാലയളവിൽ വിശ്രമിക്കാൻ പോകണമല്ലോ എന്നുള്ളതുകൊണ്ടാണ് 75 വയസ്സ് പൂർത്തിയാകുമ്പോൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക. അച്ഛൻ്റെ ജീവിതമെന്ന് പറയുന്നത് ഒരു വലിയ പുസ്തകമാണ്. കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുകയും അച്ഛനിൽ നിന്ന് ധാരാളം പഠിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ദൈവവിളിയുടെ ആരംഭം തന്നെ അച്ഛൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. എൻ്റെ സ്വന്തം ഇടവപ്പള്ളിയായ പനയമ്പാല ഇടവകയിൽ വൈദികനില്ലായിരുന്ന അവസരത്തിൽ താമസിച്ച് അവിടെ വരികയും അവിടെ താമസിക്കുകയും വൈദിക ശുശ്രൂഷ നടത്തുകയും ഒക്കെ ചെയ്ത് വളരെ സ്തുത്യർഹമായ രീതിയിൽ അന്നത്തെ മാതൃകയാണ് എന്നെ വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചത് എന്ന് ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതുപോലെ തന്നെ അധ്യാപനത്തിൽ ബഹുമാനപ്പെട്ട മാണിയച്ചൻ കാണിക്കുന്ന വലിയ തീഷ്ണത, പ്രത്യേകിച്ച് വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ അദമ്യമായിട്ടുള്ള അടുപ്പം, അതുപോലെ തന്നെ അജപാലന ശുശ്രൂഷയിൽ അദ്ദേഹം കാണിക്കുന്ന ഉത്സുകത, ഇതെല്ലാം യഥാർത്ഥ ഒരു പുരോഹിതന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ്. പ്രത്യേകിച്ച് ഞാൻ കോട്ടയം ലൂർദ് ഇടവകയിൽ അച്ഛനോടൊപ്പം 2.5 വർഷം ശുശ്രൂഷ ചെയ്തപ്പോൾ ഞാൻ അനുഭവിച്ച സന്തോഷവും അതുപോലെ തന്നെ ഞാൻ പഠിച്ച പാഠങ്ങളും വളരെ വലുതാണ്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യ പടിയിൽ എനിക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുകയും എന്നെ ഒരു പുരോഹിതൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് ബഹുമാനപ്പെട്ട മാണിയച്ചൻ തന്നെയാണ്. അച്ഛനിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ജീവകാരുണ്യപരമായിട്ടുള്ള സമീപനമാണ്.
അത് എല്ലാവരോടും വലിയവനെന്നോ ചെറിയവനെന്നോ കൂടാതെ അധർക്കൃതനെന്നോ അതുപോലെ തന്നെ പണമുള്ളവനെന്നോ ഒന്നും കൂടാതെ എല്ലാവരോടും സമഭാവനയോടുകൂടി പെരുമാറുകയും വേദനിക്കുന്നവരുടെ കണ്ണുനീരൊപ്പുകയും രോഗികളെ ശുശ്രൂഷിക്കുകയും വേദനിക്കുന്നവരോടൊപ്പം വേദനിക്കുകയും കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഹൃദയത്തോടു കൂടി ജീവിതത്തെ സമീപിക്കുകയും ഒക്കെ ചെയ്ത വലിയ ഒരു ഇടയനാണ് ഇന്ന് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് 27-ാം തീയതിയോടുകൂടി പൗരോഹിത്യ ശുശ്രൂഷയുടെ ഔദ്യോഗികമായിട്ടുള്ള സമാപനം കുറിക്കുക. അച്ഛന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് കർത്താവിനോട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം വളരെ സ്തുത്യർഹമായ രീതിയിൽ ശിഷ്ടകാലം കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും അച്ഛന് ചെയ്ത ശുശ്രൂഷകൾക്ക് എല്ലാ ശുശ്രൂഷകൾക്കും എന്നോട് കാണിച്ച സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും പരിഗണനയ്ക്കുമൊക്കെ നന്ദി അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് അച്ഛന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു. നന്ദി. നമുക്കെല്ലാം പ്രിയപ്പെട്ട മാണിയച്ഛനെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഒരു വലിയ കാലഘട്ടം പൂർത്തിയാക്കി ഒരു പുതിയ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിൽ മാണിയച്ഛനെ കുറിച്ച് ഊർജ്ജസ്വലമായ ഓർമ്മകളാണ്. പ്രത്യേകമായിട്ട് എൻ്റെ മനസ്സിലുള്ളത് തിരുവനന്തപുരം ലൂർദ് ഫൊറോന വികാരി ആയിരുന്ന സമയം അച്ഛൻ്റെ കൂടെ പ്രോ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു. അച്ഛൻ്റെ ആ വലിയ തീക്ഷ്ണത, അതുപോലെ തന്നെ കൊച്ചച്ഛന്മാരെയൊക്കെ വളർത്തുന്ന അച്ഛൻ്റെ കരുതല്, ഇടവക സമൂഹത്തെ നിരന്തരം സജീവമാക്കി നിർത്തുന്ന ആ ജപാന ശൈലി ഒത്തിരി പഠിക്കാനായിട്ട് സാധിച്ചു. ആ സമയത്ത് അച്ഛനെ ദീപികയുടെ MD ആയിരുന്ന കാലഘട്ടം ഇപ്പോഴും സന്തോഷത്തോടെ ഓർക്കുന്നത്, അച്ഛൻ ദീർഘമായിട്ട് കണ്ണൂരിലുമൊക്കെ യാത്ര കഴിഞ്ഞ് ഓടി വരുമ്പോൾ ചിലപ്പം വൈകിട്ട് 5:30 ഒക്കെ ആയിരിക്കും, ക്ഷീണിതനായിട്ടായിരിക്കും. കുടുംബ കൂട്ടായ്മയ്ക്ക് പോകാനൊക്കെ എത്ര മടുത്താലും അച്ഛൻ ഓടിയെത്തുമായിരുന്നു. ജനത്തെ കാണുമ്പോൾ അച്ഛൻ്റെ ക്ഷീണമെല്ലാം മാറും. ജനമായിരുന്നു അച്ഛൻ്റെ ഊർജം. പലപ്പോഴും ഞങ്ങൾക്കെല്ലാം അഭിമാനമായി തോന്നിയത് അച്ഛന് കുടുംബ കൂട്ടായ്മകൾക്ക് നൽകിയ പ്രാധാന്യം. ഈ ലൂർദിലെ എല്ലാ കുടുംബ കൂട്ടായ്മകളിലും ഓടിയെത്താനായിട്ട്, അതുപോലെ തന്നെ ഞായറാഴ്ച ഇടവക ജനത്തെ ഊർജ്ജസ്വലമാക്കി ദൈവജനത്തിൻ്റെ മധ്യയെ, ദൈവജനമായിരുന്നു അച്ഛൻ്റെ പ്രവർത്തനങ്ങളുടെ എല്ലാ ഊർജവും ആവേശവും. ആ സമയത്ത് തന്നെ ലൂർദ് എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള അച്ഛൻ്റെ വലിയ ഒരു മാനേജ്മെന്റ് കഴിവ് ഓരോ ദിവസവും അച്ഛനെ ഓരോ ശുശ്രൂഷയ്ക്ക് വേണ്ടിയായിരുന്നു. തിങ്കളാഴ്ച ലൂർദ് മാത എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ദിവസം മുഴുവൻ അവിടെയായിരുന്നു. അതുപോലെ തന്നെ ചൊവ്വ തൊട്ട് വെള്ളി വരെ ദീപിക, അതുപോലെ തന്നെ ശനി ഞായറൊക്കെ ഇടവക, എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ ഭംഗിയായി ഞങ്ങൾ അച്ഛന് ഒത്തിരി പഠിക്കാനായിട്ട് സാധിച്ചു. പിന്നെ കൊച്ചച്ഛന്മാരെ വളർത്താനായിട്ട് അച്ഛൻ വലിയ സ്വാതന്ത്ര്യവും പ്രോത്സാഹനവും ഒക്കെ നൽകിയതെല്ലാം നന്ദിയോട് ഓർക്കുകയാണ്. അച്ഛന് ഇപ്പോൾ പുതിയ ദൗത്യം അഭിനന്ദ പിതാവ് ഏൽപ്പിച്ചിരിക്കുന്നത് ജൂബിലി വർഷം നമ്മുടെ അതിരൂപതി ഇടവക ധ്യാനങ്ങളാണ്. ധ്യാന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ശുശ്രൂഷകളിലൂടെ ഇടവകളെയുമെല്ലാം കൂടുതൽ ഉണർത്താൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഈ ജൂബിലി വർഷം അതിരൂപത ബൈബിൾ അപ്പോസ്റ്റലനുമായിട്ട് ചേർന്ന് നമ്മുടെ ഇടവകളിൽ വചന ശുശ്രൂഷയുടെ, വചനധ്യാനത്തിൻ്റെ കൺവെൻഷനുകളുടെ ഒരു ചുമതലയാണ് പിതാവ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതോടെ എല്ലാം കൂടുതൽ ഉണർത്താൻ, കൂടുതൽ സജീവമാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നേരുകയാണ്. മാണിയച്ഛനോട് ഞാൻ ആവശ്യപ്പെട്ടു, അച്ഛനെ കുറിച്ച് അച്ഛനൊന്ന് പറയണം. അച്ഛൻ പറഞ്ഞു, എന്നെക്കുറിച്ച് ഞാനല്ലല്ലോ പറയേണ്ടത്, മറ്റുള്ളവരല്ല. ഒരുപാട് പേര് അച്ഛനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുമുണ്ട്. പക്ഷേ അതൊന്നും അല്ല നമുക്ക് കേൾക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ദയവായി അച്ഛൻ്റെ ജീവിതം ഒന്ന് പറയണം. അങ്ങനെ എൻ്റെ നിർബന്ധത്തെ തുടർന്ന് ഒരുപാട് ബലം പിടിച്ച ഒരു കുഞ്ഞു കൊച്ച് അപ്പൻ്റെ അടുത്തിരുന്ന് പറയുന്നത് പോലെ വാശി പിടിച്ചതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഓക്കെ ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് മാണിയച്ഛന് അച്ഛനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, അച്ഛൻ്റെ ജീവിതം എന്താണ് പറയാനുള്ളത് കേൾക്കാം. ഈ ഒരു കാര്യം അച്ഛൻ ഇതുവരെ ഒരു പ്രസംഗത്തിലും അച്ഛൻ പറയാത്ത അച്ഛൻ്റെ ജീവിതം നമുക്കൊന്ന് കേൾക്കാം. ജോബിയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ജോബി ആവശ്യപ്പെട്ടത് എൻ്റെ പൗരോഹിത്യ ജീവിത വഴിത്താരയിൽ എന്തൊക്കെയാണ് സ്മരണീയമായിട്ടുള്ളത്,
അതെന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് എനിക്ക് തോന്നുന്ന കാര്യം പറയാനാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരാളെക്കുറിച്ച് പറയേണ്ടത് മറ്റുള്ളവരാണല്ലോ. എനിക്ക് എന്നെക്കുറിച്ച് എന്നാ പറയാനിരിക്കുന്നത്? പിന്നെ എൻ്റെ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത് ദൈവ നിയോഗമാണ് ദൈവവിളി എന്നത്. എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കുടുംബജീവിതത്തിലേക്കുള്ളതും ദൈവനിയോഗം തന്നെയാണ്. പക്ഷേ ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു വിളി ദൈവം നേരത്തെ നിശ്ചയിച്ച് വെച്ചിരുന്നു എന്ന് തിരുവചന ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് അപ്പസ്തോലൻ പറഞ്ഞ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ വിളിക്കപ്പെട്ടു എന്ന് പറയാൻ കാര്യം അങ്ങനെയാണ്. അങ്ങനെയാണ് ജെറമിയായോടും പറഞ്ഞത്, നിന്നെ ഞാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വിളിച്ചതാണ്. അങ്ങനെയൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുമില്ല. ഇപ്പം തോന്നുന്നുണ്ട് അങ്ങനെ ആയിരിക്കാമായിരുന്നു എന്ന്. പിന്നീട് അതൊരു കണ്ടെത്തലാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് വിളിക്കപ്പെട്ട ആൾ സഭയുടെ ശത്രുവായിരുന്നല്ലോ പൗലോസ്ലീ ആദ്യഘട്ടങ്ങളിൽ. എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഹൈസ്കൂൾ പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊന്നും ഒരച്ഛനാകണം എന്നുള്ള ചിന്ത ഇന്ന് സെമിനാരി പോകുന്ന ആൾക്കാർക്കുള്ള പോലെ ഇല്ലായിരുന്നു. ഇതാണ് സത്യം. അങ്ങനെ ഒരു ചിന്തയേ ഇല്ലായിരുന്നു. കാരണം നമ്മൾ ഇങ്ങനെ സാധാരണ ഭൗതിക മണ്ഡലത്തിൽ അന്നത്തെ കാലത്തെ പ്രസരിപ്പോടുകൂടി എല്ലാ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അടിച്ച് പൊളിച്ച് നടന്ന ഒരു വ്യക്തിയാണ്. അതേസമയത്ത് പഠനകാര്യങ്ങളിൽ പുസ്തകപ്പുഴല്ലായിരുന്നു. എങ്കിലും സ്കൂൾ ഫസ്റ്റായിട്ട് കടന്നുപോയി എന്നുള്ളത് എങ്ങനെയാണ് നടന്നത് എനിക്കറിയാൻ പാടില്ല. അത്രയധികം മാർക്കൊക്കെ ആ 10ാം ക്ലാസ്സിൽ നിന്ന് കിട്ടാനിടയായത് എന്തോ ആരൊക്കെയോ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമോ ഇന്ന് മനസ്സിലാക്കുന്നു ദൈവം ഒരുക്കിയതായിരുന്നിരിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഡോക്ടറാകണം എന്ന് അധ്യാപകരെല്ലാം കൂടെ വിളിച്ച് ക്ലാസ് റൂമിൽ വിളിച്ച് വരുത്തി പറഞ്ഞ് ഞാൻ ഡോക്ടറാകാനായിട്ടാണ്. അന്നത്തെ കാലത്ത് എൻട്രൻസ് ഇല്ലാത്തതുകൊണ്ട് മെഡിസിന് പോകാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് സീമസ് കോളേജിൽ പഠിക്കാനിടയായി. അപ്പോൾ അതുവരെ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല. പിന്നെ എപ്പോഴാണ് ചിന്തിച്ച് എനിക്ക് തോന്നുന്നത്, ഇങ്ങനെ ചില സാഹചര്യങ്ങൾ എത്തിയപ്പോൾ അറിഞ്ഞോ അറിയാതെ ഒരു ദിവ്യകാരുണ്യ ഭക്തി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് 40 മണി ആരാധന ദേവാലയത്തിൽ നടക്കുമ്പോൾ ബന്ധപ്പെട്ട് ഉള്ളിൽ ഉറഞ്ഞു കൂടിയതാണ്. അത് പരമ്പരാഗതമായിട്ട് ഹൃദയത്തിൽ വന്നതുമാണ്. അപ്പോൾ ഏതോ ഒരു ക്ലാസ്സിൽ വെച്ച് റിനൈസൻസ് പഠിപ്പിച്ചപ്പോൾ കാത്തലിക് ചർച്ച് ഇങ്ങനെ ദിവ്യകാരുണ്യത്തിൽ പൂർണ്ണമായും 24 മണിക്കൂറും ക്രിസ്തു സന്നിഹിതനാണെന്ന് പറയുന്നതിനെ ആക്ഷേപിച്ച ഒരു അധ്യാപകൻ സംസാരിക്കാനിടയായത് എന്നെ ചൊടിപ്പിക്കാനിടയായി. കൊച്ചുപ്രായത്തിൽ ഞാൻ റിയാക്ട് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. ആ തരുണത്തിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, അറിയേ കാത്തലിക് ബോയ്? ഞാൻ പറഞ്ഞു, യെസ് ഐ ആം സോറി. നല്ല നോബിളായ അധ്യാപകൻ, ഐ എം സോറി എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം അദ്ദേഹം മാറ്റി. പക്ഷേ എൻ്റെ മനസ്സൊന്നൊരു ആ പ്രായത്തിൽ പറഞ്ഞു, ഐ വിൽ ബി ഡിസ്മിസ്ഡ്. കാരണം ഐ ക്വസ്റ്റ്യൻ ദ പ്രൊഫസർ ഇൻ ദ ക്ലാസ് റൂം in the midst of all the students. Without any mercy, I was with a shrill voice attacked the teacher. അതുകൊണ്ട് ഞാൻ ഇറങ്ങി നേരത്തെ ഓടിപ്പോയി DBAയിൽ എനിക്ക് പ്രിയപ്പെട്ട ഒരച്ഛന് വല്ലപ്പോഴും കുമ്പസാരിക്കാൻ പോകുന്ന വില്യമച്ചൻ എന്ന് പറയുന്ന അച്ഛനുണ്ടായിരുന്നു. CMI സഭയിലെ നേര്യമ്പറമ്പിലെയാണ്, തുരുത്തി. പ്രഗത്ഭനായ SP കോളേജ് പ്രിൻസിപ്പൽ. അദ്ദേഹത്തോട് ചേർന്ന് ഞാൻ സങ്കടം പറഞ്ഞു, എന്നെ ഡിസ്മസ് ചെയ്യുന്നു. അപ്പം അച്ഛനങ്ങ് അത്ഭുതപ്രായം ഡിസ്മസ് ചെയ്യുന്നു. ഞാനിങ്ങനെ കുരുത്തക്കേട് കാണിച്ചു. എന്ത് കുരുത്തക്കേട്? സാറിനെ ചോദ്യം ചെയ്തു. അത് എന്തിന്? ഇങ്ങനെ സാറ് പഠിപ്പിച്ചപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യും. അപ്പോൾ അച്ഛനെ ചേർത്ത് പിടിച്ചതുകൊണ്ട് വെരി ഗുഡ്, അങ്ങനെ വേണം. വിശ്വാസത്തിന് അങ്ങനെ സാക്ഷ്യം വഹിക്കണം. അതിനെ തെറ്റൊന്നുമില്ല. എന്നെ ആരും ഡിസ്മസ് ചെയ്യില്ല, ഞാൻ ഏറ്റെന്ന് പറയും. അന്ന് അച്ഛൻ എൻ്റെ കയ്യിൽ കുറേ പുസ്തകങ്ങൾ തന്നു വിട്ടു വായിക്കാനാണ്. വാസ്തവത്തിൽ അവിടെയാണ് ടേണിംഗ് പോയിൻ്റ് ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഇങ്ങനെയുള്ള അവനവൻ്റെ സഭയെക്കുറിച്ചൊരു ആത്മാഭിമാന ബോധവും അത് ഒന്ന് ഉണർത്തിയെടുക്കാനുള്ള താല്പര്യവും വളർന്നതാണ്. അതാണെന്ന് എനിക്ക് തോന്നുന്നു തിരിച്ചുവിടാനായിട്ട് ഇടയായത്. ആ വിധത്തിൽ പ്രാരംഭം എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു ഒരു ഷോക്ക് എക്സ്പീരിയൻസ് ആയിരിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പം അന്നേരം മറ്റ് ചിന്തകളെല്ലാം വിട്ടിട്ട് അച്ഛനാകാൻ പോയേക്കാൻ ചിന്തിച്ചപ്പോൾ പലരോടും പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല. ഞാൻ സെമിനാരി പോകുന്നുവെന്ന് കൂട്ടുകാർ തമ്മിൽ പറയുമ്പോൾ അവനൊന്നും പോകത്തൊന്നുമില്ല. ആ വിധത്തിലായിരുന്നു ആളുകളുടെ പ്രതികരണം. അങ്ങനെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ദൈവം എന്നെ വിളിച്ചുകൊണ്ട് പോയപോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആദ്യഘട്ടം അങ്ങനെയായിരുന്നു. സെമിനാരി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരിക്കൽ പോലും പിന്നെ തിരിഞ്ഞു നോക്കാനായിട്ട് അവസരം ഉണ്ടായിട്ടില്ല, ചിന്തിച്ചിട്ടുമില്ല. ഈ വഴി ഇത് തന്നെയാണ് എന്ന് നിശ്ചയിച്ച് അങ്ങനെ കടന്നുപോയി. സെമിനാരി ലൈഫ് എന്നെ സംബന്ധിച്ചുള്ള ആഘോഷമായ സന്തോഷകരമായ കാലഘട്ടമായിരുന്നു. എല്ലായിടത്തും മൈനർ സെമിനാരിലും മേജർ സെമിനാരിലും ഒക്കെ വളരെ വളരെ ആഘോഷമായിട്ട് കടന്നുപോയി.
അപ്പോൾ അതിനകത്തൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പഠന കാര്യങ്ങൾ സാധാരണഗതിയിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് അങ്ങനെ കടന്നുപോയി. പെട്ടെന്ന് തന്നെ കാലഘട്ടം കഴിഞ്ഞ് 74 ഡിസംബർ 21-ന് പൗത്രി പിതാവിൽ നിന്ന് പട്ടം മേടിക്കാനായിട്ട് ഇടയായി. പൗത്രി പിതാവിന് പട്ടം മേടിച്ചപ്പോൾ ആ നിമിഷം ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിപ്പോൾ എല്ലാവരും മരിച്ചുപോയി, ഞാൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കാരണം ആ വിധത്തിൽ നിന്ന് പ്രായമുള്ളതൊക്കെ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞ് പെട്ടെന്ന് നിയമനം കിട്ടുന്ന അതിരമ്പുഴയിലാണ്. അതിരമ്പുഴയിലേക്ക് പ്രവേശിക്കുന്നവരാണ് അന്ന് ആദ്യത്തെ പൗരോഹിത്യ അനുഭവം എന്ന് പറയുന്നത്. അതിരമ്പുഴയിൽ നിന്നാണ് ജനത്തിനു വേണ്ടി ബലിയർപ്പിക്കുക, ജനത്തിൻ്റെ കൂടെയായിരിക്കുക. അതുപോലെ അങ്ങനെ ഒരു ഇടപാടില്ലായിരുന്നല്ലോ. ജനത്തിന് വേണ്ടി ബലിയർപ്പിക്കുക, ജനത്തിൻ്റെ കൂടെയായിരിക്കുക, ജനത്തിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ആ കൊച്ചു പിച്ച അടക്കമുള്ള കുഞ്ഞുങ്ങളെയും യുവതീവാക്കന്മാരെയൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഒരു ഹരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സമയം പോയത് അറിഞ്ഞില്ല. പടർന്ന് പന്തലിച്ച് നിന്നതുപോലെ ഇടവക മുഴുവൻ വ്യാപിച്ച് നിന്നിരുന്നു വേണമെങ്കിൽ പറയാം. അന്നത്തെ കാലത്ത് ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ മീഡിയ ഇല്ല, വണ്ടി സൗകര്യങ്ങളില്ല. എങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇടവകയുടെ വിസ്തൃതമായ ഇടവകയുടെ അതിർത്തികളിലൂടെ ഞാൻ കുറച്ച് പിള്ളേരുമൊക്കെ ആയിട്ട് കടന്നു ചെല്ലുമായിരുന്ന ഒരു മൂവ്മെൻറ്റ് പോലെ ഇടവക്കാർക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് അതിരമ്പുഴക്കാർക്ക് ഇപ്പോൾ ആ ഫീലിംഗ് ഉള്ളത്. അതായത് മാണിയച്ചൻ എന്ന് പറയുമ്പോൾ അന്നത്തെ ഫീലിംഗാണ്, വികാരിയായപ്പോഴത്തെ ഫീലിംഗ് അല്ല. അന്നുണ്ടായിരുന്ന കൊച്ചച്ഛൻ്റെ ഒരു ആകർഷകത്വമാണ് അവരെ ഹഠാത് ആകർഷിക്കുകയും അവരെ കാത്തിരിക്കുകയും ചെയ്യുമായിരുന്നു. ഒരാഴ്ചയിൽ അച്ഛൻ എപ്പോഴാണ് വരുന്നതെന്ന് നോക്കി. മാത്രമല്ല എല്ലാ വീടുകളും സന്ദർശിക്കുകയും പ്രത്യേകിച്ച് നാപ്പാത്തിമലയൊക്കെ ഒരിടവയുടെ ഭാഗമായിരുന്നുകൊണ്ട് അവിടെയുണ്ടായ എല്ലാ കുടുംബങ്ങളും കയറി ഇറങ്ങുന്നതിന് ഇടയായി. അതൊക്കെ ഒരു അസാധാരണത്വമായിരുന്നു അന്നത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത് പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യഘട്ടം. അതങ്ങനെ കടന്നുപോയി കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം, അതായത് ഒരു പ്രാവശ്യം മെയ് 25-ാം തീയതി യുവജന പ്രസ്ഥാനത്തിൻ്റെ കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി സംയുക്ത യുവജനോത്സവം അതിനുമ്പോൾ വെച്ച് നടത്താനിടയായി. അപ്പോഴേക്കും യുവജന പ്രസ്ഥാനത്തിൻ്റെ കൊറോണ ഡയറക്ടറായിട്ട് എന്നെ നിയമിച്ചിരുന്നു. അപ്പോൾ അന്നത്തെ അതിരമ്പുഴ ഫൊറോന എന്ന് പറയുന്നത് ഇന്നത്തെ കോട്ടയവും അതുപോലെ തന്നെ കുടമാറും ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. ഏതാണ്ട് 45ഓളം പള്ളികളാണ് അതിരമ്പുഴ ഫൊറോനയുള്ളത്. അപ്പോൾ ആ ഫൊറോനയിലെ എല്ലാ ഇടവുകളിലൂടെയും നടന്ന് യുവജനങ്ങളെ സംഘടിപ്പിക്കുക എന്നുള്ളത് അതും ഒരു സന്തോഷകരമായ കാര്യമായി. ഇപ്പോൾ ഇന്ന് 3 ഫൊറോനകളായി. ഇപ്പോൾ ഈ 3 ഫൊറോനയിലും ഞാൻ വികാരിയുമായി. അതാ വേറൊരു തമാശ. അന്ന് അതിരമ്പള്ളി വികാരി എല്ലാ ഫൊറോനകളിലെയും ഈ പറയുന്ന വികാരിയായിരുന്നു, ഓർക്കണം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വ്യത്യസ്തമായി കഴിഞ്ഞപ്പം ആ യുവജനോത്സവം കഴിഞ്ഞ് പിതാവ് എന്തോ ഭയങ്കര സംതൃപ്തനായി, പടിയറ പിതാവാണ്. അദ്ദേഹം എന്നെ അരമനയിൽ ചെന്നപ്പോൾ നേരെ പേഴ്സണലായിട്ട് ഫോൺ വിളിച്ചു. മീറ്റിങ്ങിൻ്റെ സമയത്തിലൊന്നും ഒന്നും പറഞ്ഞില്ല, ഒന്നും പറയാനായിട്ടിടയായില്ല. പെട്ടെന്ന് ഫോൺ വിളിച്ചു, യു പ്ലീസ് കം ഓവർ ഹിയർ എന്ന് പറയും. അപ്പോൾ ഞാൻ പോകാനായിട്ട് വിചാരിച്ചതുകൊണ്ട് പറഞ്ഞപ്പോൾ വിചാരിച്ചും പറഞ്ഞു, എനിക്ക് മാറ്റമാണ്, ഇങ്ങനെ കൂട്ടുകാരൻ മാളിക്കച്ചന് മാറ്റമാണ്, ഇനി ഇങ്ങേർക്കും കൂടെ മാറ്റം വന്നാൽ ഇവിടെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് മാറ്റം വല്ലതും ആണെങ്കിൽ ഈ അച്ഛനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം മാറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് പിതാവിൻ്റെ അടുത്ത് ചെന്നപ്പോഴേ അന്നത്തെ കാലഘട്ടങ്ങളിൽ പടിയറപ്പുഴ ഇംഗ്ലീഷ് മാത്രമേ പറയൂ. അതിന് നേരത്തെ പ്രത്യുദ്ധരിക്കാൻ മാത്രമുള്ള ഇംഗ്ലീഷിൻ്റെ വശമില്ലായ്മയല്ല, ധൈര്യമില്ലായിരുന്നു നമുക്ക്. ഇംഗ്ലീഷ് പറയാനൊക്കെ അറിയാം, പക്ഷേ പിതാവിന് മുമ്പ് പറയാൻ പേടി. എന്നെ കണ്ട ഉടനെ പിതാവ് വെൽക്കം ചെയ്തു പറഞ്ഞു, ഫാദർ മാണി, യു ഷാൽ ഹാവ് ടു ടേക്ക് ചാർജ് ആസ് ഡയറക്ടർ ഓഫ് യൂത്ത് കേസസ് ആൻഡ് വൊക്കേഷൻ ആൻഡ് മിഷൻ ലീഗ് ഓൺ 30th of May എന്നാ പറയുന്നത്, മെയ് 25-ന്. ഓൺ 30th of May യു ഷാൽ ഹാവ് ടു ടേക്ക് ചാർജ് എന്നാണ് പറയുന്നത്. ദാറ്റ്സ് ആൻ ഓർഡർ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പരുമിക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ശ്രീ പിതാവ്, എനിക്ക് വണ്ടിയൊന്നും ഓടിക്കാൻ അറിയത്തില്ല, ഒന്ന് ഒഴിവൊഴി പറയാൻ പറ്റി ഒരുങ്ങി. നോ ഐ ട്രസ്റ്റ് യു, ഐ വിൽ ഗിവ് യു മൈ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞു ഉടനെ. അത് പറഞ്ഞ ഉടനെ ഞാൻ മുട്ടേ നിന്നു. പിതാവ് ആശീർവാദം നൽകി, ഞാൻ പോന്നു. അങ്ങനെയാണ് അതിരമ്പുരയിൽ നിന്ന് യുവദീപ്തി ഡയറക്ടറായിട്ട് പോകാനായിട്ട് ഇടയായി. സത്യം പറഞ്ഞാൽ അത് ഒരു നിമിത്തമായിരുന്നു. കാരണം അതിരമ്പുരയിലാണ് യുവദീപ്തി ആദ്യം പരീക്ഷിച്ചത്. യുവജനങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകളെല്ലാം ഞായറാഴ്ച നടത്തുകയും അത് യുവാക്കൾ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അന്നത്തെ പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചർ അനുസരിച്ച് യുവാക്കളെയും യുവതികളെയും ഒന്നിച്ചിരുത്തുക അത്ര കാരണവന്മാർ അനുവദിക്കുന്ന കാര്യമായിരുന്നില്ല. 3-4 ഞായറാഴ്ച, ഒരു ഞായറാഴ്ച പെൺകുട്ടികൾക്കും പിറ്റേ ഞായറാഴ്ച ആൺകുട്ടി നടത്തി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചോട് ഇതെന്തിനും ഇങ്ങനെ 2 കൂട്ടം ഒന്നിച്ച് നടത്തിയാലെന്ന് കുഴപ്പം. അപ്പോൾ വിചാരിച്ച എന്നോട് പറഞ്ഞു, വാണിംഗ് നൽകി, എടോ ജനം എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാൻ പാടില്ല,
എനിക്ക് ധൈര്യമുണ്ട് നടത്തിക്കൊള്ളാൻ പറയും. അപ്പോൾ അങ്ങനെ ഒരു ധൈര്യം നൽകിയ ആളാണ് അന്നത്തെ സീനിയറായിട്ടുള്ള കോട്ടയിലച്ഛൻ. അപ്പോൾ അങ്ങനെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സുകൾ മിക്സ് ചെയ്ത് ഞാൻ നടത്തിയപ്പോൾ അവിടെ പങ്കെടുത്തവർക്ക് തന്നെ ഒരു അത്ഭുതമായിപ്പോയി. അവിടെയാണ് വാസ്തവത്തിൽ യുവദീപ്തിയുടെ ഇനീഷ്യേഷൻ ആരംഭിക്കും. അതുകൊണ്ട് ഞാൻ ചാർജ് എടുത്ത ഉടൻ തന്നെ അന്നത്തെ പ്രത്യേക സിറ്റുവേഷനിൽ രൂപത ഉപയോഗിച്ച് കഴിഞ്ഞ കാലഘട്ടമാണ്. അന്ന് ഞാൻ യുവദീപ്തി ഡയറക്ടറായിട്ട് ചെല്ലുന്നു. ഇന്ന് കർദിനാളായിരിക്കുന്ന ആലഞ്ചേരി പിതാവ് സന്ദേശകൾ ഡയറക്ടറായിട്ട് വരുന്നു. അന്ന് കിളിയൂരുടെ അച്ഛൻ സോഴ്സറി ഡയറക്ടറായിട്ട് ഒരു നല്ല യങ് ടീമായിരുന്നു. അപ്പോൾ യുവന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അന്നത്തെ കാലത്ത് പണമൊന്നും അന്നത്തെ പ്രൊക്രിയേറ്റർ കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യും ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു നാടകം നടത്തിക്കളയാം. അസീസിയാസ് ക്ലബിൻ്റെ നാടകം നടത്തി ഞാനും കത്തീഡ്രൽ അസിസ്റ്റൻ്റ് ആയിരുന്നു ആലഞ്ചേരി അച്ഛനും അന്നത്തെ അച്ഛനും ഞങ്ങൾ രണ്ടുപേരും കൂടെ വീടുകളിലൊക്കെ കയറി പിരിവൊക്കെ എടുത്ത് അന്ന് 5000 രൂപ കിട്ടി. അന്ന് വലിയ തുകയാണ്. അത് വെച്ച് അത് തീർന്നു പോയി പെട്ടെന്ന്. ഒരാഴ്ച 2 ആഴ്ച വർക്ക് ചെയ്യുമ്പം തീർന്നു പോയി. അപ്പോൾ ഞാൻ പിതാവിൻ്റെ അടുത്ത് ചേർന്ന ഓഫീസും പൂട്ടി ഇച്ചിരി അരിശ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ പണി കൊള്ളുകയില്ല, പറ്റുകയില്ല, എൻ്റെ വേസ്റ്റ് ഓഫ് ടൈം ഐ വിൽ ഗോ ബാക്ക് ടു പാരീസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്നോട് ചോദിച്ചു, വാട്ട് യു ആർ അപ്സെറ്റ്, വാട്ട് ഹാപ്പൻസ്? ഞാൻ പറഞ്ഞു, ദർ ഇസ് നോ മണി, ഹൗ ടു വർക്ക്, ദർ ഇസ് നോ വേ, യു വാണ്ട് മണി, ഹൗ മച്ച് മണി യു വാണ്ട്? ഇതാണ് പറ്റിയ പിതാവ് ചോദിച്ചു. ഞാനൊന്നും എന്നാ പറയാൻ അപ്സെറ്റായി. പിതാവ് അകത്ത് എന്നിട്ട് ഒരു 5000 രൂപ ചെക്ക് എടുത്തുകൊണ്ട് വന്നു. വെനെവർ യു നീഡ് മണി യു കം ടു മീ. ഇങ്ങനെ ഒരു പ്രസ്താവന അങ്ങ് ഇറക്കി പിതാവ്. എന്നിട്ട് ഐ ട്രസ്റ്റ് യു ആൻഡ് യുവർ വർക്ക് ഈസ് റിവാർഡിങ്, യു ഗോ ഓൺ വർക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹനങ്ങൾ നൽകിയപ്പോൾ വളരെ സന്തോഷമായിട്ട് വന്ന പ്രവർത്തനം പറഞ്ഞാൽ 5000 രൂപ പെട്ടെന്ന് തീർന്നു. വീണ്ടും ഞാൻ ചെന്നപ്പോൾ പറയും, മൈ ഡിയർ മാൻ, യു റൈറ്റ് എ പ്രോജക്റ്റ്. ഞാൻ പറയും, ഇതാ എനിക്ക് പ്രോജക്റ്റൊന്നും ഇല്ലാതൊന്നും അറിയത്തില്ല. നോ നോ നോ, യു പുട്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാട്ട് യു വാണ്ട് ടു ഡു ദെൻ. മൈ ഫ്രണ്ട് ഈസ് ദർ ഇൻ മ്യൂസിയം ആൻഡ് യു റൈറ്റ് ഇൻ എ ഫുൾ സ്കാപ്പ് പേപ്പർ, വൈറ്റ് പേപ്പർ, ദാറ്റ്സ് ഇനഫ്. ഞാൻ എഴുതി കൊടുത്തു, ഐ ആം ഗോയിങ് ടു ഹാർട്ട് എ പ്ലാൻ ഓഫ് കണ്ടക്ടിങ് യൂത്ത് ക്യാമ്പ്. അതായിരുന്നു എൻ്റെ മനസ്സിലിരുന്നത്, യുവജനങ്ങളെ ഒന്നിപ്പിച്ച് ക്യാമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത്. അത് ചരിത്രത്തിൽ നടന്നിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതിന് UDP ക്യാമ്പ് എന്നൊരു ആശയം എൻ്റെ ഉള്ളിൽ ഉദിച്ചിട്ട് ഞാൻ പിതാവിൻ്റെ 12 ക്യാമ്പുകൾ അന്നത്തെ 12 ഫൊറോനകളിൽ പ്ലാൻ ചെയ്തിട്ട് ഒരു അതിരൂപ ക്യാമ്പും പ്ലാൻ ചെയ്തുകൊണ്ട് പിതാവിൻ്റെ കൈ കൊണ്ടുകൊടുത്തു. പിതാവിൻ്റെ അടിയിട്ട് ഒരു പാരഗ്രാഫ് എഴുതി. ഐ ഈവൻ നൗ റിമെമ്പർ ദ സെൻറ്റൻസസ് വിച്ച് ഹി wrote in this way to the director, the excellent work done in this archdiocese and in the formation of youth. The director is doing an excellent performance and therefore he needs financial assistance. Please help him എന്ന് പറഞ്ഞ് ആൻ്റണി പടിയേരവനെ ഒപ്പിട്ട് അങ്ങ് വിട്ടപ്പോൾ ഉണ്ടല്ലോ, അത്ഭുതമെന്ന് പറയണ്ടേ. അന്ന് ആരെ തിരിച്ചു വന്നത് 40,000 രൂപയാണ് വിതിൻ 2 weeks. അങ്ങനെയാണ് യൂരിറ്റി വളരാൻ തുടങ്ങും. വാസ്തവത്തിൽ യൂരിറ്റിയെ വളർത്തിയത് പടിയേറപ്പിതാവാണ്. പിതാവിന് ഭയങ്കര വാത്സല്യമായി. എല്ലാ ക്യാമ്പിലും പിതാവ് വരുമായിരുന്നു. യുവജനങ്ങൾ പ്രാർത്ഥിക്കുന്ന കാണുന്ന പിതാവ് വലിയ സന്തോഷമായി. അങ്ങനെ ഇരിക്കാൻ ഒരിക്കൽ കൊല്ലത്ത് യൂത്ത് ക്യാമ്പിൽ വന്നപ്പോൾ പിതാവ്, ഞാൻ അന്ന് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്, ഡ്രൈവറില്ല. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടിയും ജീപ്പുമായിട്ട് പോയിരിക്കുക. അപ്പം ഡയറക്ടർ എവിടെയാണെന്ന് ചോദിച്ചപ്പം ഹോട്ടലിൽ പോയിരിക്കുക. ഞാൻ ചോറും കറിയൊക്കെ ആയിട്ട് വന്നിറങ്ങിയപ്പോൾ പിതാവ് മുമ്പിൽ നിൽക്കുന്നു. ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി പിള്ളേരെ കൊണ്ട് ചോറൊക്കെ അടിപ്പിച്ച് മണിയടിപ്പിച്ച് പിള്ളേരെല്ലാം അകത്ത് കയറ്റി ഹോളിൽ കൊണ്ടുവന്ന് പിതാവിന് സംസാരിക്കാൻ അവസരം കൊടുത്ത് പിതാവ് 10 മിനിറ്റ് സംസാരിച്ചിട്ട് എനിക്കൊരു ബ്ലെസ്സിങ് തന്നിട്ട് പോയി. എന്നിട്ട് ആ ക്യാമ്പ് തിരിച്ച് ചെന്നപ്പം പിതാവിനെ വിളിച്ചു, ഫാദർ വേർ ഡു യു സ്റ്റേ ഇൻ ദ നൈറ്റ് ഡ്യൂറിങ് ദ ക്യാമ്പ്? ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. ഞാൻ ഇൻ ദ സ്കൂൾ. ആ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത് ആയൂർ നമുക്ക് സ്ഥാപനമില്ലായിരുന്നുണ്ട്, ലത്തീൻ കാർഡ് ഒരു ഹൈസ്കൂളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഹൈസ്കൂളിലാണ് കിടക്കുന്നതെല്ലാം. അപ്പം ഞാൻ, you are staying in the night in the school on benches, you are lying down tonight? Yes. അപ്പോൾ പിതാവിന് ഇവിടെ സങ്കടമായിപ്പോയി. പിതാവ് എന്നവരെ പറയുന്നോ, ഐ വിൽ മേക്ക് എ യൂത്ത് സെൻറ്റർ ദയർ ഇൻ ആയൂർ എന്ന് പറഞ്ഞിട്ട് ആ പോക്ക് ഒരു 2 മാസം കഴിഞ്ഞ് പോയിട്ട് വന്നപ്പോഴത്തേക്കും യൂത്ത് സെൻറ്ററിലെ പണം കൊണ്ട് പിതാവ് വന്നു. അതാണ് ആയൂർ കാണുന്ന യൂത്ത് സെൻറ്റർ. യുവദീപ്തിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. 120 പേരെ താമസിപ്പിക്കാവുന്ന നല്ല ഒരു മനോഹരമായ ക്യാമ്പ് അവിടെ ഉണ്ടാക്കിയത് ഈ ഒരൊറ്റ റീസണിലാണ്. അതുകൊണ്ട് ഞാൻ പടിയേരപ്പിതാവ് ഒരുപാട് പ്രോത്സാഹിപ്പിച്ച പ്രസ്ഥാനമാണ് UDP. പിതാവാണ് കൽപ്പനയിട്ടത്, ദർ ഈസ് ഓൺലി 1 യൂത്ത് മൂവ്മെൻറ്റ് ഇൻ ആർച്ച്ഡയസിസ് ആൻഡ് ദാറ്റ് ഈസ് യുവദീപ്തി. അതുകൊണ്ട് മറ്റൊരു യുവജന പ്രസ്ഥാനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കുലർ പിതാവിൻ്റെ അന്ന് എഴുതിയതാണ് ഇന്നും പ്രാബല്യത്തിൽ നിൽക്കുന്നത്. അതിനു മുമ്പ് പല തരത്തിലുള്ള പ്രസ്ഥാനങ്ങളായിരുന്നു ഇടവേള യുവജനങ്ങൾക്കായി നിന്നിരുന്നു. അതെല്ലാം കൂടി ഏകോപിപ്പിച്ച് ഒരൊറ്റ പ്രസ്ഥാനമാക്കി മാറ്റി. പിന്നീട് അങ്ങോട്ടൊരു ഭയങ്കര ഉണർവോടുകൂടിയ ചലനമായിരുന്നു. യുവജന ക്യാമ്പുകളിൽ നിന്നുണ്ടാക്കിയ ചലനം
അത് അവർണ്ണനീയമായിരുന്നു. അത് ഭയങ്കര അഹമ്മദമിക ഓരോ ക്യാമ്പിലേക്ക് അമ്പൂരിലൊക്കെ ചെന്നപ്പോൾ അന്നത്തെ വിചാരിച്ച് പറഞ്ഞു എനിക്ക് 250 പേരെ പങ്കെടുപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെങ്ങനെയാ വെച്ചാൽ 250 പേരെ പങ്കെടുപ്പിക്കുന്നത്. എൻ്റെ ഒറ്റ ഇടവയിൽ നിന്ന് വെച്ച് ചോദിക്കുക ഒറ്റ ഇടവയിൽ നിന്ന് ഞാൻ പറഞ്ഞു അത് പറ്റിയില്ല. എന്നാൽ ശരി 150 പേരെ പങ്കെടുപ്പിക്കുക. ഞാൻ പറഞ്ഞു 150 പങ്കെടുപ്പിക്കുക. അങ്ങനെ ഏതാണ്ട് അവിടെ 150 മറ 150 കൂടി 300 പേരെയാണ് അത് അമ്പൂരി ക്യാമ്പിലൊക്കെ പങ്കെടുക്കും. അങ്ങനെയാണ് 3 വട്ടം ക്യാമ്പ് പങ്കെടുത്തതോടുകൂടി ജനങ്ങളങ്ങ് യുവജനങ്ങളങ്ങ് സംഘടിച്ച് അങ്ങോട്ട് ഉണർന്ന് ആത്മീയമായിട്ടും വളർന്ന്. അപ്പോൾ ഒരു 3ാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴും ഐ ഫെൽ ടയർഡ്. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു സ്ഥലം മാറ്റി ചോദിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്ന് അവസാനത്തെ ക്യാമ്പിൽ അരിയങ്കാവ് വെച്ചാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. തിരിച്ചു വന്ന് ഞാൻ പിതാവിനോട് പിതാവേ എനിക്ക് ഐ വാണ്ട് ഗെറ്റ് എ ട്രാൻസ്ഫർ. പിതാവ് ഷോക്കായി. വൈ യുവർ വർക്ക് ഇസ് റിവാർഡിങ് വൈ ഷുഡ് യു ഗോ എന്നാൽ എന്നോട് ചോദിച്ചു. ഞാൻ അങ്ങ് പിതാവ് ഒരു വികാരിയാനൊരാഗ്രഹം, അതുകൊണ്ടാണ് എൻ്റെ കൂടെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ളവർക്ക് വികാരിമാരായി അങ്ങനെ താല്പര്യമുള്ളതുകൊണ്ടാണ് പറയും. അപ്പോൾ അത് കഴിഞ്ഞ് യെസ് ഐ വിൽ ഗോ ടു യൂറോപ്പ്, ദെൻ ആഫ്റ്റർ 2 weeks ഐ വിൽ കം ബാക്ക്, ദെൻ യു ഗോ ആൻഡ് മെഡിറ്റേറ്റ് ആൻഡ് ദെൻ യു ടെൽ മീ യുവർ ഡിസിഷൻ എന്ന് പറയാൻ വിട്ടു. അങ്ങനെ വിട്ടപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവധിയെടുത്ത് വീട്ടിൽ പോയി എൻ്റെ അപ്പനെയും അമ്മയും കൊണ്ട് എല്ലാ ബന്ധുക്കളെയും വീട്ടിലുള്ള മലബാറിലും തൃശ്ശൂരിലും കറങ്ങി. പിതാവ് തിരിച്ചു വന്ന ഉടനെ അന്നത്തെ ചാൻസലറായിരുന്ന കരിമ്പാലച്ച് വിളിച്ച് ചോദിച്ചു ഹാസ് ഹി ഗോട്ട് എനി പ്രോബ്ലം, ഇങ്ങനെ സ്ഥലം മാറ്റി ചോദിക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറ്റും. എന്നോട് അച്ഛൻ ചോദിച്ചത് പിതാവ് ചോദിക്കും തനിക്ക് എനിക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ വൈ ദ ട്രാൻസ്ഫർ? ഞാൻ പറഞ്ഞു എനിക്കൊരു താല്പര്യം ഇതാണ്, ഒരു പള്ളി വിചാരിക്കാൻ ജോലി ഒരുമാതിരി കംപ്ലീറ്റ് ആയില്ലേ, അപ്പോൾ അതുകൊണ്ട് വേറെ ആൾ വരട്ടെ എന്നുള്ള താല്പര്യം കൊണ്ടാണ്. അപ്പോൾ അത് തന്നെ കരിമ്പാലച്ചിന് ചോദിച്ചപ്പം പിതാവ് കരിമ്പാലച്ചിനും വഴി അതിനോട് കമ്മ്യൂണിക്കേറ്റ് എന്നോട് പറഞ്ഞു എൻ്റെ ഇടവകയിൽ മണിമലപ്പള്ളിയിൽ വിചാരിയാൻ വിറ്റാൽ എങ്ങനെയാണെന്ന് ചോദിക്കാൻ പറയും. അപ്പം ഞാൻ പറഞ്ഞു പിതാവ് അച്ഛനോട് പറഞ്ഞു അച്ഛൻ അറിയാമല്ലോ ഈ പിള്ളേരുമാതിരി ഈ തേനീച്ച കൂട്ടി റാണീച്ച പൊതിഞ്ഞിരിക്കുന്ന പോലെയാണ് എൻ്റെ ചുറ്റും ഇതുങ്ങളെപ്പോഴും. ഞാൻ എങ്ങോട്ടെങ്കിലും മാറിയാൽ ഇതുങ്ങളെല്ലാം കൂടി അങ്ങ് വരും. ഒരു കട്ടൻ കാപ്പി കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഇവർ ഉടനെ അങ്ങ് എത്താത്ത ഒരു ഉടൻ കയറാൻ മൂലയിൽ വണ്ടിയൊന്നും കിട്ടാത്തൊരു സ്ഥലമുണ്ടെങ്കിൽ അങ്ങോട്ട് വെക്കണമെന്ന് പറഞ്ഞു. അത് കൊള്ളാമല്ലോ. പിതാവിൻ്റെ എന്നാലും ഒരു പൂട്ടപ്പെട്ട പള്ളി കിടപ്പുണ്ടായി. പ്രശ്നസങ്കുലിതമായ സാഹചര്യങ്ങൾ കുട്ടനാട്ട് പള്ളി പൂട്ടിയിട്ടിരിക്കും. ഇതിന് മാസത്തിലൊരിക്കൽ അരവണ കുർബാനയിൽ നിന്നൊരു പള്ളി. ഇപ്പോൾ പിതാവ് അച്ഛനോട് ചോദിച്ചു അങ്ങോട്ട് വെച്ചാൽ അത് ഡീപ്രൊമോഷനായിട്ട് കരുതുമോ എന്ന് ചോദിക്കാൻ പറയും. അപ്പോൾ എന്നോട് ചോദിച്ചാൽ അത് ഡീപ്രൊമോഷനാണ് വരുമ്പോൾ ഞാൻ പറയും വൈ വെൻ ആർച്ച് ഗിവിങ് ആൻ ഓർഡർ ഐ വിൽ കൺസിഡർ ഇറ്റ് പോസിറ്റീവ്. അതുകൊണ്ട് ഇറ്റ്സ് നോ പ്രോബ്ലം ആയിട്ട് ഗീവ്. അങ്ങനെ കിട്ടിയതാണ് എനിക്ക് തായങ്കരി പള്ളി. അങ്ങോട്ട് വീട്ടാൻ നേരത്തെ തന്നെ വിളിച്ച് പിതാവ് പറഞ്ഞു അത് പ്രോബ്ലമാണ് കേട്ടോ, പ്രശ്ന സംസ്ഥാനമാണ്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഡോൺ വറി ഐ വിൽ ഹെൽപ്പ് ചെയ്യുമെന്ന് എന്നോട് പറയും. ഇപ്പം ഞാൻ പറയും പിതാവ് ഹെൽപ്പ് ചെയ്യാമെന്ന് പിന്നെ എന്നെ കുഴപ്പമിരിക്കും. ദൈവകൃപയാൽ ഞാൻ അവിടെ ചെന്ന് 2 ആഴ്ച കൊണ്ടടുത്ത പ്രശ്നം മുഴുവൻ പരിഹരിക്കപ്പെടും. തന്നെയല്ല ജനം മുഴുവൻ ഭയങ്കര ഐക്യത്തേക്ക് വന്ന് എൻ്റെ കയ്യിലായി തീർന്നു. അവർക്ക് ഞാൻ വീട് തോറും നടന്ന് വിസിറ്റ് നടത്തി അവരെല്ലാം വീടുകളിൽ പോയി പ്രാർത്ഥിക്കണം. അവർക്ക് തന്നെ ഞാൻ തന്നെ ധ്യാനം നടത്തി സന്തോഷമായിട്ട് അങ്ങനെ അങ്ങ് പോകുക. വളരെ ആഹ്ലാദിച്ച് അവരിന്നും അനുസ്മരിക്കുന്നുണ്ട്. തലമുറകൾ മാറിയിട്ടും ഇന്നും അത് അനുസ്മരിക്കുന്നു. ആ ഇരുന്ന കാലഘട്ടം കൊണ്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിതമാകുക തന്നെയല്ല ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ അതിൽ നിന്ന് പഠിക്കുന്ന ഒരു പാഠം അപ്പസ്തോലന്മാർ നടപടിക്രമത്തിൽ പറയുന്നുണ്ട്. അവരുടെ വചനപ്രഘോഷണത്തെ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി സ്ഥിരീകരിച്ചു എന്ന്. ഇതെനിക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ്. ആത്മാർത്ഥതയോടെ ഇറങ്ങിത്തിരിച്ച് ദൈവവചനം പ്രഖ്യാപിക്കാൻ പ്രഘോഷിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ജനമധ്യത്തിൽ അടയാളങ്ങളെ അത്ഭുതങ്ങളെ കർത്താവ് സ്ഥിരീകരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ ഞാൻ കണ്ടു. ഒരുപാട് അത്ഭുതങ്ങൾ. അങ്ങനെ ഇരിക്കുകയാണ് 6 മാസം കഴിഞ്ഞപ്പോൾ പിതാവ് നേരെ പണ്ടത്തെ പിന്നെ ഫോൺ വിളിച്ചിരിക്കും യു പ്ലീസ് കം ഓവർ ഹിയർ. അപ്പം ഞാൻ അന്നത്തെ അവിടുത്തെ മദറിനോട് പറഞ്ഞു ഇങ്ങനെ പിതാവ് വിളിക്കുന്നു. അത് നെഞ്ചത്തടിച്ചുകൊണ്ട് അയ്യോ ഒരച്ഛനെ ഇടവയ്ക്ക് നഷ്ടപ്പെട്ടു. കാരണം മദറിന് മനസ്സിലായി എങ്ങോട്ടെങ്കിലും വിടാനാണ്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചെന്ന ഉടനെ പഴയ പോലെ എന്നോട് പറയാം യു ഹാവ് ഗോട്ട് സം ഡിവോഷൻ ടു ബൈബിൾ. യെസ് ഐ ഹാവ് ടു ഡിവോഷൻ ടു ബൈബിൾ. ദെൻ യു ഗോ ടു റോം ആൻഡ് സ്റ്റഡി ബൈബിൾ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായിരിക്കും അന്ന് ഈ റോമിന് പോകുന്നതിനെക്കുറിച്ചോ ഇന്നത്തെ പോലെ ഒന്നും വലിയ അറിവും പരിചയമൊന്നുമില്ല. വല്ല സെമിനാറി അറ്റൻഡ് ചെയ്യാനായിരിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ അതുകൊണ്ടങ്ങ് പോയി. തിരിച്ച് ചെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കളിക്കുക. അപ്പോൾ കരിമ്പാഴ്ച താഴെ ഇറങ്ങിയോടോ തന്നെ റോമിന് വിടുന്നത് ഡോക്ടറേറ്റ് ചെയ്യാനാണ്, അതിനെ അങ്ങോട്ട് വിടുന്നത്. അല്ല താൻ പോയി സെമിനാർ അറ്റൻഡ് ചെയ്തിട്ട് വരാനില്ല. എന്നിട്ട് താൻ അതൊക്കെ മനസ്സുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പോയി. അപ്പോൾ എന്നെ ഒന്ന് റിലീവ് ചെയ്യുന്നത് പിതാവ് പറഞ്ഞു ഓൺ 26th August വിൽ ബി റിലീവ്. യു ഹാവ് ടു ലീവ് September 3rd എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞു. നോക്കണേ
August 26 റിലീവ് ചെയ്തു. റിലീവ് ചെയ്ത് കഴിഞ്ഞ് അരമനെ വരുമ്പോൾ സങ്കടപ്പെട്ട് കരഞ്ഞ് കൂവി വരുമ്പോഴാണ് എന്നോട് പറയുക, എടോ ഞാനൊരു ഇന്നലത്തെ പ്രൊവിൻഷ്യൽ ഹൗസിൽ ധ്യാനം ഏറ്റിട്ടുണ്ട്, താൻ പോയി അത് ധ്യാനിപ്പിക്കും, തൻ്റെ വീട്ടിയൊക്കെ ഞാൻ ശരിയാക്കിയേക്കാം, കരുമ്പാലിച്ച് ഇങ്ങനെ പറയും. അങ്ങനെ വന്ന് 28, 29, 30, 31 ദിവസങ്ങളിൽ അവിടെ ധ്യാനത്തിൽ പങ്കെടുത്തു. പിന്നെ എന്നാ ഉണ്ട്, 2 ദിവസമുണ്ട്. ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു 2 ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ റൂമിന് പോകാമെന്ന് പറയും. ഏതപ്പാ ഗോതമംഗലം ഒന്നും അന്നും മനസ്സിലാകുന്ന കാര്യമൊന്നുമില്ല ഈ കാരണവന്മാർക്ക്. റോം എന്നതാ, റോമിൽ പോകുന്നത് എന്നതാ ഒന്നും പ്രത്യേകിച്ചൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പിതാവ് പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞാണെ പൊക്കോളാൻ പറഞ്ഞു. അവർ എന്താണെന്ന് അവർക്കറിയാൻ പോല. അങ്ങനെയാണ് സെപ്റ്റംബർ 3-ാം തീയതി നേരിട്ട് ഫ്ലൈറ്റ് റോമിലെത്തുകയും അവിടെ പിന്നെ പഠന അന്തരീക്ഷങ്ങൾ മാറി. എൻ്റെ പാസ്റ്റൽ വർക്കിൻ്റെ ഫീൽഡിൽ നിന്ന് വിട്ടുപോയിട്ട് അക്കാഡമിക് ലൈഫിലേക്ക് വന്നു. അക്കാഡമിക് ലൈഫ് ഇത്ര ഹാർഡാകുമെന്ന് കരുതിയിരുന്നില്ല. കാരണം ബൈബിൾ ഈസ് ദ ടഫസ്റ്റ് സബ്ജക്റ്റ് ടു സ്റ്റഡി. ഒരുപാട് ഭാഷ പഠിക്കണം, 5 ചത്ത ഭാഷ പഠിക്കണം എന്ന് പറഞ്ഞാൽ ഹീബ്രു, ഗ്രീക്ക്, ലാറ്റിൻ, അറമായിക്കൻ, സിറിയൻ ഏതാണ് പഠിക്കേണ്ട സംഗതി. സ്ലേറ്റും പേസ്റ്റുമായിട്ട് വേണം പോകാൻ ക്ലാസ്സിൽ. കാരണം ഹീബ്രു ഭാഷയൊക്കെ എഴുതി പഠിക്കണം. അതിനുശേഷം വന്നിരുന്നുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കണം. ഒരു ദിവസം 6 മണിക്കൂർ റൂമിലിരുന്ന് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരീക്ഷ പാസ്സാകുള്ളൂ. ഫസ്റ്റ് ഇയറിൽ പരീക്ഷ പാസ്സാകുന്നില്ലെങ്കിൽ പിന്നെ പ്രൊമോട്ട് ചെയ്യില്ല. അതുകൊണ്ട് വളരെ കഠിനമായ വർക്കായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ബൈബിൾ പഠിക്കാനായിട്ട് റോമിൽ പോകുന്ന ഒരാളിനും സമയം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഹി ഹാസ് ടു സിറ്റ് ഡൗൺ ആൻഡ് വർക്ക്. ഹാർഡ് വർക്കാണ്, കോൺസെൻട്രേറ്റഡ് വർക്ക് എന്ന് പറഞ്ഞാൽ. അന്നത്തെ കാലഘട്ടങ്ങളിൽ മീഡിയ ഓഫ് ലാംഗ്വേജ് ഇറ്റാലിയൻ ആൻഡ് ദ സബ്ജക്റ്റ് മേ ബി ഹീബ്രു, ദ ഗ്രാമർ ബുക്ക് ഈസ് ഇൻ ഫ്രഞ്ച് ആൻഡ് വി വിൽ റൈറ്റ് ഇൻ ഇംഗ്ലീഷ്. നോക്കണേ എത്ര ഭാഷയുടെ കളിയാണെന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ വിഷമിച്ചൊരു ഞാൻ റെക്ടറേറ്റിനോട് ചെന്ന് പറഞ്ഞു, ഞങ്ങൾ മലയാളമൊക്കെ ചെന്ന് പറഞ്ഞു, യു പ്ലീസ് ഗിവ് എ talk in English, so we do not understand what Italian, there is very difficult for us. ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ആ റെക്ടർ പറയുന്നതാണ്, യു ലുക്ക് അറ്റ് ദ ജാപ്പനീസ്, there are Japanese in your class, they do not know even one European language, you know one European language, if the Japanese can manage, why can't you എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ജോലിപ്പോയി. പിന്നെ അവിടെ പോയി ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് 6 മാസം കൊണ്ട് ലാംഗ്വേജ് പിക്കപ്പ് ചെയ്ത് പഠിച്ചെടുത്തു. അങ്ങനെയാണ് ആ ഘട്ടം കടന്നുപോയി. 3 വർഷം കൊണ്ട് ലൈസൻഷ്യേറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു സബ്ജക്റ്റ് ഞങ്ങൾക്ക് എൻ്റെ ഡയറക്റ്റായിട്ട് കിട്ടിയത് അഗസ്റ്റീനിയനാണ്. നമ്മുടെ മാർപ്പാപ്പാട്, ഇപ്പോഴത്തെ മാർപ്പാപ്പാട് സഭയിൽപ്പെട്ട ഒരാൾ. അഗസ്റ്റീനിയൻ മങ്സ് എന്ന് പറഞ്ഞാൽ താമസന്മാരാണ്. അതുകൊണ്ട് ഈ മാർപ്പാപ്പ കിട്ടിയ ഭയങ്കര സന്തോഷം. കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. കണ്ടില്ലേ, അമേരിക്കയിൽ ജനിച്ചു, അതിന് ശേഷം എവിടെയാണ് വളർന്നത്? അവിടെ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞ് സന്യാസഭ ചെന്ന് പിന്നെ ജീവിച്ചത് എവിടെയാണ്? പെറുവിലാണ്, തേർഡ് വേൾഡിലാണ്. ക്ലേശങ്ങളുടെയും കഷ്ടതകളുടെയും നടുവിലൂടെ നടന്ന് ദൈവം ഒരിക്കലും കണ്ടില്ലേ. മോശയെ പോലെയാണ്. രാജകൊട്ടാരത്തിൽ വളർന്നു, മരുഭൂമിയിലേക്ക് വിട്ടു, അവിടെ ചെന്ന് ശരിക്ക് കഷ്ടപ്പെട്ട് തിരിച്ച് അവിടെ തന്നെ മിത്രാനാക്കി, പിന്നെ അവിടുന്ന് ഉയർത്തി ജനറലാക്കി. ഒരു 50 രാജ്യങ്ങളിലെങ്കിലും ഇവരുടെ സന്യാസമുണ്ട്. 50 രാജ്യങ്ങളിലും 2 പ്രാവശ്യം സംസാരിച്ചു. കേരളത്തിൽ 2 പ്രാവശ്യം നോക്കി. ദൈവം ഒരുക്കുന്നത് കണ്ടോ? ദൈവവിളി ഒരുക്കുന്നത് ഇങ്ങനെയാണ്. അതിനുശേഷം കൊണ്ട് തിരിച്ച് റോമിലേക്ക് വിളിച്ച മെത്രാന്മാർ സംഘത്തിന് പ്രീഫെക്റ്റ് ആക്കി, വെൽ പ്രിപ്പയർഡ്. ഒരൊറ്റ മനുഷ്യൻ പോലും ഇങ്ങനെ മാർപ്പാപ്പയാകുമെന്ന് പറഞ്ഞില്ല. അതേസമയത്ത് മാർപ്പാപ്പയാകുമെന്ന് പറഞ്ഞ് വേറെ 10 പേരുണ്ടായിരുന്നു. അവരെക്കുറിച്ച് ആരും പ്രവചിച്ച് ശരിയായില്ല. ഇതാണ് ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത്. നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടുകൊണ്ട് നമ്മളെ രൂപീകരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അത് എന്തിനോ വേണ്ടി? ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി. നമ്മളങ്ങ് നിന്ന് കൊടുത്താൽ മതി, നമ്മൾ ഒബ്ജക്റ്റ് ചെയ്യായിരുന്നാൽ മതി. അത് നമുക്ക് ഈ പാപ്പായ്ക്കിട്ടുള്ള വലിയ സന്തോഷം. ഇത് വെരി യങ് ഓൾസോ, 69 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് ഒരു 10-25 വർഷക്കാലത്തേക്ക് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. എരുഡൈറ്റാണ്, അറ്റ് ദ സെയിം ടൈം വെരി ഡീപ്ലി സ്പിരിച്വൽ, അഗസ്റ്റീനിയൻ സ്പിരിച്വാലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമുള്ള ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ദൈവം ഒരുക്കിക്കൊണ്ട് ഇതിനകത്ത് കൊണ്ട് ഇട്ടു. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിങ്ങൾ പറയുമായിരുന്നു, കോൺസെൻട്രേഷൻ ക്യാമ്പാണ് ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ പഠിച്ച് തമ്പുരാൻ്റെ എനിക്ക് അതുകൊണ്ട് പുറകോട്ടൊന്നും പോയില്ല. ആരംഭത്തിൽ തന്നെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, യുവർ ലേജി സോവർ, അതുകൊണ്ട് തനിക്ക് ബൈബിൾ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഞാനങ്ങ് പേടിച്ചു പോയി. തൻ്റെ പ്രായം കടന്നുപോയി. അതുകൊണ്ട് ഈ ഓർമ്മയിൽ നിൽക്കുകയില്ല, ഈ ഗ്രാമറൊന്നും ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ റെക്ടറച്ചനെ ചെന്ന് കണ്ടു. മൈക്കിളാഞ്ചലോ റെക്ടറച്ചനെ പറഞ്ഞു, ദ സീനിയേഴ്സ് ദേ ടെൽ മീ ദാറ്റ് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു proceed with Bible, but my archbishop wanted me to do Bible. What can I do എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പുറകോട്ട് തിരിഞ്ഞ് എല്ലാവർക്കും കുറിച്ച് ഫയൽ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ഫയലെടുത്തു, സെമിനാരിൻ്റെ മാർക്ക് ലിസ്റ്റിൽ നോക്കിയിട്ട് റെക്ടറച്ചൻ എന്നോട് പറഞ്ഞു, ഫാദർ ഡോണ്ട് വറി, യു ക്യാൻ പ്രൊസീഡ് ആൻഡ് യു വിൽ വിൻ. അങ്ങനെ ഒരു ഒറ്റ വാചകം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ബൈബിൾ ഡോക്ടറേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ഇട്ടേച്ച് പോയിന്. അങ്ങനെ ചെന്നു 3-4 വർഷം കൊണ്ട് ലൈസൻഷ്യേറ്റ് പാസ്സായി. പെട്ടെന്ന് ഞാൻ ഈ പറഞ്ഞ അഗസ്റ്റീനിയൻ മങ്കിൻ്റെ അടുത്ത് ചേർന്ന് ഡോക്ടറേറ്റ് തീസിസ് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ നല്ല ഭംഗിയായി ഫോളോ അപ്പ് നടത്തി 6.5 വർഷം കൊണ്ട് ഡോക്ടറേറ്റ് എടുത്തുകൊണ്ട് ഞാൻ തിരിച്ചു പോകും.
സത്യത്തിൽ സാധാരണഗതിയിൽ അത്രയും എയർലിസ്റ്റായിട്ട് വരുന്നതല്ല, ദേവന്മാരുടെ ഒരു കൃപയാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതേ വിഷയത്തിൽ തന്നെ വേറെ ഒരു മലയാളി ഡോക്ടറേറ്റ് തുടങ്ങിയിട്ട് സബ്ജക്റ്റ് അങ്ങനെ 12 വർഷം എടുത്തു. ഞാൻ 6 വർഷം കൊണ്ട് പോരാൻ ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. അവിടെ നിന്ന് വന്ന ഉടൻ തന്നെ വരുന്നതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു തീസിസ് ഡിഫൻസിൻ്റെ ഡേറ്റ് പൗത്തി പിതാവിനെ അറിയിക്കും. ഇപ്പോൾ പൗത്തി പിതാവ് ആർച്ച് ബിഷപ്പായി. പിതാവിനെ അറിയിച്ചപ്പം പറഞ്ഞു ഡിസംബർ 21 തീസിസ് ഡിഫൻസാണ്. അപ്പോൾ ഉടനെ എന്നോട് ചോദിച്ചു രഹസ്യമായിട്ട് ഞാൻ വരാവോ നേരത്തെ സന്ദേശത്തിലേക്ക് അച്ഛനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയാണ്, സാധാരണ സ്കോളർഷിപ്പ് 6 മാസം കൂടിയുണ്ട്, അപ്പോൾ അങ്ങ് പെട്ടെന്ന് എങ്ങനെയാണ് പോകുന്നത്. ഏതായാലും ശരി, ഞാൻ രഹസ്യമായതുകൊണ്ട് രഹസ്യമായിട്ട് സൂക്ഷിച്ചു. ഡിസംബർ 21 ഡിഫൻസ് നടത്തി ഡോക്ടറേറ്റ് എടുത്ത് ജനുവരി 1 ഞാൻ ഫ്ലൈ ചെയ്തപ്പോൾ കൂട്ടുകാർ പറഞ്ഞു അവന് വട്ടാന്ന് പറഞ്ഞു. ഞാനും വട്ടാ, കാരണം താൻ 6 മാസം സ്കോളർഷിപ്പ് ഉണ്ട്, ഇതിലൊക്കെ നടന്ന് ഫീസൊക്കെ പബ്ലിഷ് ചെയ്ത് അമേരിക്കയിലേക്ക് പോയി ശാന്തമായിട്ട് പോകുന്നതിനാണ് മനുഷ്യൻ ആ തേണ്ട പൊക്കിക്കൊണ്ട് പോകുന്ന ഇയാൾ എന്നോ പരിഗണന എനിക്ക് പറയാൻ പറ്റുമോ, കോൺഫിഡൻഷ്യലാണെന്നാണ് പിതാവ് പറഞ്ഞത്, പറയരുതെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാനോട് വന്ന ഉടനെ തന്നെ പിതാവ് എന്നോട് പറഞ്ഞു ഒരു പ്രോബ്ലം ഉണ്ട് അച്ഛാ, എന്നാ അച്ഛൻ്റെ പള്ളിയിലേക്ക് പോകാൻ ആളില്ല, പോകാൻ ഒരു വല്ലാത്തൊരു സാഹചര്യം എൻ്റെ പങ്കട ഇടവയിലുണ്ടായതുകൊണ്ട് നോബഡി ഈസ് റെഡി ടു ഗോ ടു പങ്കട ആൻഡ് ഡു ദ പാരിഷ് വർക്ക്. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് എല്ലാവരും പള്ളിയിൽ പോകണം, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും സന്ദേശങ്ങളിലെ പിതാവ് ഞാൻ വീട്ടിൽ നിന്ന് നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ വാക്കാൽ ചാർത്തിൽ ഇടവപ്പള്ളിയുടെ വികാരിയായി ഞാൻ പങ്കെടുക്കുക അങ്ങ് പോവുകയാണ്. ആലോചിച്ച് നോക്കി, ഒരു ദിവസം പോലും റെസ്റ്റ് ചെയ്യാതെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സിറ്റുവേഷൻ അത് ഭയങ്കരമായിരുന്നു. വല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് പിന്നെ 1 മാസം കൊണ്ട് മാറ്റി മറിച്ചെടുത്ത് എല്ലാവരും പള്ളി വരുത്തി. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരച്ഛന് അങ്ങോട്ട് വരാനായിട്ട് സന്നദ്ധത കാണിച്ചു. അങ്ങനെ വികാരിയായപ്പോൾ ഞാൻ സന്ദേശത്തിലേക്ക് വരും. ആ ഇരിപ്പ് സന്ദേശത്തിലേക്ക് വർക്ക് തുടങ്ങിയിട്ട് ഏതാണ്ട് 12 വർഷത്തോളം തുടർച്ചയായി പൗത്യ പിതാവിൻ്റെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഭയങ്കര ഇൻറ്റേർണൽ സപ്പോർട്ട് എന്ന നിലയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. പൗത്യ പിതാവിനെ ഞാൻ സപ്പോർട്ട് ചെയ്തത് പൗത്യ പിതാവുള്ള വ്യക്തി അല്ല സപ്പോർട്ട് ചെയ്തത്. അത് പലരും വിചാരിക്കും പൗത്യ പിതാവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ. പല ആൾക്കാരും എന്നോട് അറ്റാക്ക് ചെയ്ത് എന്നെ അറ്റാക്ക് ചെയ്യാൻ കാരണം പ്രത്യേകിച്ച് മറ്റ് ചില ഏരിയാസ് ഉണ്ടല്ലോ ഈ സഭയുടെ, അവരൊക്കെ എന്നെ അറ്റാക്ക് ചെയ്യാൻ കാരണം പൗത്യ പിതാവിനുള്ള വിരോധമാണ്. അപ്പോൾ ഞാൻ പറയും പൗത്യ പിതാവിനെ അല്ല ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് പൗത്യ പിതാവ് എടുത്തിരിക്കുന്ന പൊസിഷൻ സഭയുടെ പൊസിഷനാണ്. ദാറ്റ് ആസ് സ്ട്രിക്റ്റ്ലി ഡോക്യുമെൻറ്റഡാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കൗൺസിൽ ഡിക്രീ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡയറക്റ്റീവ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ. അതിൻ്റെ അണുവിട മാറാതെ പിതാവ് അതാ ഫോളോ ചെയ്യുന്നത്. therefore I will സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് പൗത്യ പിതാവ് എന്ന് പറഞ്ഞ വ്യക്തിയല്ല ഞാൻ സപ്പോർട്ട് ചെയ്യും. ഐ സപ്പോർട്ടഡ് ദ പൊസിഷൻ ഓഫ് ദി കാത്തലിക് ചർച്ച്. അതുകൊണ്ട് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് അതേയും തലയും മുറുക്കി ഇറങ്ങാമായിരുന്നു. പിതാവിന് വലിയ സപ്പോർട്ടായിരുന്നു. പിതാവിൻ്റെ ക്രൈസിസിൻ്റെ അവസരത്തിലെല്ലാം സന്ദേശത്തിലേമായിരുന്നു സപ്പോർട്ടായിട്ട് നിന്നിരുന്നു. ഒരുപാട് ക്രൈസിസ് പിതാവ് ഫേസ് ചെയ്തിരുന്നത്. 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പിതാവ് നേടിയെടുത്തത്. ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം നമ്മുടെ സഭ ഇവിടെ ഇംപ്രസൻ്റായിട്ട് കേരളത്തിൽ കിടക്കുക. ആ സഭയ്ക്ക് ഓൾ ഇന്ത്യ ജൂറിസ്ഡിക്ഷൻ കിട്ടാൻ വഴിയൊരുക്കുന്ന പൗത്യ പിതാവ്. ആ പൗത്യ പിതാവ് CBSE ആയി ശക്തമായിട്ട് പറഞ്ഞ ദിസ് ഈസ് ആൻ അപ്പസ്റ്റോളിക് ചർച്ച്. ഈ ചർച്ചിന് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ആ സ്വാതന്ത്ര്യം അതിന് സ്വന്തമായ ഒരു ഭരണക്രമമുണ്ട്, അത് തിരിച്ചു കിട്ടണം. അങ്ങനെ നമുക്ക് സിനോഡുണ്ടായത്. സിനോഡ് മേജർ ആർച്ച് ഉണ്ടായി. അങ്ങനെയാണ്. അതിനു മുമ്പ് അങ്ങനെയല്ല, നമുക്ക് ലത്തീൻ രൂപതകൾ പോലെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ എന്തെങ്കിലും ചെയ്യണം CBIയുടെ ഭാഗമായി CBSEയുടെ ഭാഗമായിട്ട് നമ്മൾ കിടക്കുക. അവിടെ മാറ്റം മറിച്ചിലുണ്ടായില്ല. കണ്ടില്ലേ, ഒന്നാമത്തെ സംഗതിയാണ് പൗത്യ പിതാവ് നേടിയ ഒരു കാര്യം. ഇത് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു റോമിലിട്ട കാലഘട്ടങ്ങൾ. അതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു വിഷമമില്ലായിരുന്നു. രണ്ടാമത്തെ സംഗതി, ഓരോ സഭയുടെയും മക്കൾ മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ചെന്നാലും അവർക്ക് വേണ്ടി അവരുടെ ഇടവകയും രൂപതയും സ്ഥാപിക്കാൻ അവകാശം കൗൺസിൽ നൽകിയിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് നൽകുന്നില്ല ഇവരെ. കാരണം കേരളത്തിന് പുറത്തേക്ക് ഒരൊറ്റ രൂപ ഉണ്ടാക്കാൻ മറ്റ് സ്ട്രക്ചർ സമ്മതിക്കുന്നില്ല. അങ്ങനെ വന്ന് പൗത്യ പിതാവ് സ്ട്രോങ് ആയിട്ട് നിന്നു. CBSE ആയി ഞങ്ങളെ ആൾക്കാർ ബോംബെയിലും മദ്രാസിലും അവിടെയും ഡൽഹിയിലൊക്കെ ആൾക്കാർക്ക് ആത്മീയസ് ചെയ്യാനുള്ള അവകാശം ഞങ്ങളുടേതാണ്. ആ ജനത്തിനോട് പൈതൃകത്തിന് അവകാശമുണ്ട്, അത് കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞപ്പം അത് അവസാനം നേടിക്കിട്ടിയപ്പം കണ്ടില്ലേ രൂപതകളുണ്ടായി. അങ്ങനെയാണ് കല്യാൺ റൈറ്റ്സ് ഉണ്ടാകുന്നു, ഡൽഹി രൂപതയുണ്ടാകുന്നു. അതുപോലെ അതിനുശേഷം ഗ്ലോബൽ ചർച്ചായിട്ട് മാറിയില്ലേ. ഗ്ലോബൽ ചർച്ചായിട്ട് മാറി പാലിഞ്ചേരിപ്പനമായിരുന്നുവെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമായിട്ട് പൗത്യ പിതാവ് ഗ്ലോബൽ ചർച്ചായിട്ട് മാറി. കാനഡയിലുണ്ടായി, അമേരിക്കയിലുണ്ടായി, ഓസ്ട്രേലിയയിലുണ്ടായി. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഇപ്പോൾ എവിടെ പോയാലും അവിടെ നമ്മുടെ അച്ഛന്മാരുണ്ട്, നമ്മുടെ ഇളവയും പള്ളികളുമുണ്ട്. ഇതാണ് പൗത്യ പിതാവ് ഫൈറ്റ് ചെയ്ത രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം പിതാവ് ഫൈറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ തിയോളജിക്കൽ പൊസിഷൻ കൊണ്ട് വ്യത്യസ്തമായി
നമ്മൾ റിസറക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സഭയാണ് നമ്മുടേത്. അതേസമയത്ത് വെസ്റ്റേൺ ചർച്ച് പാഷൻ ഓറിയൻറ്റഡാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് മർത്തോമാ കുരിശിൽ കാണിക്കുന്നത്. ആളുകൾക്ക് അറിയാൻ പാടില്ല കഴിഞ്ഞിട്ടാണ്. റിസറക്ഷൻ സെൻ്റേതായിട്ടുള്ള ആത്മീയതയാണ് അവിടെ വളർന്നു വരുന്നത്. അതുകൊണ്ട് അതോടൊപ്പം തന്നെ നാലാമത്തേക്ക് നമ്മുടെ ജീവിത ശൈലി ഒരു വ്യത്യസ്തമായ ശൈലിയാണ് ലത്തീൻ സഭയുടെ കയ്യിലുണ്ട്. അതെന്ത് ശൈലിയാണ്? ആരാധനക്രമ അടിസ്ഥിതമായ ശൈലി. അതുകൊണ്ടാണ് ഈ പറയുന്ന വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം യാമപ്രാർത്ഥനയെ കേന്ദ്രീകരിച്ചില്ല ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് മറ്റൊന്നിനെ നിരസിക്കുകയില്ല. യഹൂദന്മാരെ നിരസിച്ചതില്ല, മറ്റൊരു നൊവേനയും നിരസിച്ചതില്ല, ഒന്നിനെയും നിരസിച്ചില്ല. അപ്പോൾ അതിനൊന്നും നിരസിച്ചിട്ടില്ല. അതേസമയത്ത് സഭയുടെ ഒറിജിനലായിട്ട് കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് യാമപ്രാർത്ഥനയെ കേന്ദ്രീകൃതമായ ആധ്യാത്മിക ശൈലി എന്ന് പറയും. ഇങ്ങനെ 3-4 കാര്യങ്ങളെ എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യങ്ങൾക്ക് ലീഡ് ചെയ്യുന്ന മെത്രാപ്പോലീത്തെ സപ്പോർട്ട് ചെയ്യാൻ എന്താ വിഷമമുണ്ടായിരുന്നത്? പക്ഷേ അതിൻ്റെ ഫലം എന്തായിരുന്നു? ഞാനൊരു ടാർഗറ്റായിട്ട് മാറി. ശത്രുക്കളുടെ ഭയങ്കര അറ്റാക്കിന് വിധേയനായി. എന്നെ പല തരത്തിലുമൊക്കെ ആക്ഷേപിക്കാനിടയായി. ചിലപ്പോൾ അന്നത്തെ ഒരു പൊന്തിഫിക്കൽ ഡെലഗേറ്റ് എനിക്കെതിരെ നോട്ടീസ് അയച്ചു. എന്തോ കാര്യത്തിന് എക്സ്പ്ലനേഷൻ വേണമെന്ന് പറഞ്ഞു. പിതാവ് ആ നോട്ടീസ് എഴുതണമെന്ന് പറയ പോയിട്ടാണ്. ഐ വിൽ ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഒരു സെൻറ്റൻസ് മാത്രം എഴുതിച്ചാൽ മതി. ഓൾ ദി അക്യൂസേഷൻസ് അഗൈൻസ്റ്റ് മീ ഐ ഡിനൈ എന്ന് പറയും, മാത്രം എഴുതി ബാക്കി നോക്കിയോളാന്ന് പറയും. അത്രയ്ക്ക് ടാർഗറ്റഡ് ആയിപ്പോയി അന്നത്തെ സാഹചര്യങ്ങൾ. only because that is supporter of Archbishop Pavatil. Archbishop Pavatil supported because of the theological position of the Archbishop. അതാണ് വാസ്തവത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചില സംഭവങ്ങളൊക്കെ. പാറയപ്പള്ളിയിൽ നടത്തിയ ഒരു പ്രസംഗത്തൊക്കെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ആ വിധത്തിലൊക്കെ എന്നെ ടാർഗറ്റ് ചെയ്യുന്ന സംഗതികളൊക്കെ ഉണ്ടായി. അപ്പം അന്ന് ആ സാഹചര്യത്തിൽ ഞാൻ പിതാവിനോട് റെസിഗ്നേഷൻ കൊടുത്തുകൊണ്ട് പ്ലീസ് ഗീവ് മൈ പാരിഷ്, ഐ വിൽ ഗോ ബാക്ക് ടു ദ പാരിഷ് എന്ന് പറഞ്ഞു. നോ, യു ഷാൽ നോട്ട് ഗോ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വിപരീതമായി പിതാവ് ചില ഘടനകളെയും വീണ്ടും 4 വർഷങ്ങൾ തുടരുകയും ചെയ്തു. 12 വർഷം കഴിഞ്ഞപ്പോഴാണ് പിതാവ് മതി, ഇനിയിപ്പോൾ ഒരു ആളിനെ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ അവിടെ നിന്ന് കോട്ടയത്തേക്ക് വികാരിയാക്കി മാറ്റുക. അപ്പോൾ കോട്ടയത്ത് വികാരി ആയിരിക്കുമ്പോഴും ഐ എം ടേക്കിംഗ് ക്ലാസ്സസ് ഇൻ ദ സെമിനാരി. ഒരേപോലെ തന്നെ നഴ്സറിയത്തിലായിരിക്കുമ്പോഴും ഐ വാസ് ടേക്കിംഗ് സെയിൻറ്റ് പോൾ ഇൻ ദ സെമിനാരി. അപ്പോൾ അതുകൊണ്ട് ഒരു റെസിഡൻഷ്യൽ പ്രൊഫസറുടെ ക്ലാസ്സുകൾ അന്നും ഉണ്ടായിരുന്നു. സെമിനാരിയിലെ ക്ലാസ് കൂടാതെ MOCയിലെ ക്ലാസ്സും ഉണ്ടാകും, പൗരസ്ത്യ വിദ്യാനികേതനിലെ ക്ലാസ്സും. ഇങ്ങനെ 2-3 തലങ്ങളിലെ ക്ലാസ് MOC കൂടുമ്പോൾ ഒരു റെസിഡൻഷ്യൽ പ്രൊഫസറിനോളം പീരീഡ് എടുത്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. അങ്ങനെയാണ് സന്ദേശലയത്തിൽ നിന്നുകൊണ്ട് കാറ്റഗിസം മാത്രമല്ല മിഷൻ ലീഗിൻ്റെ തീർത്ഥാടനം ആരംഭിക്കുന്നത്. അങ്ങനെ അൽഫോൻസ തീർത്ഥാടനം ആരംഭിച്ച ആ വിധത്തിലാണ്. അതുപോലെ തന്നെ വൊക്കേഷൻ്റെ കാര്യങ്ങൾ ക്യാമ്പുകൾ ക്രമീകരിച്ച നേരത്തെ ഞാൻ ചെയ്തിരുന്നതാണ്. യൂണിവേഴ്സിറ്റി മിഷൻ ലീഗിൻ്റെ വൊക്കേഷൻ എന്ന് പറയുന്ന ഡയറക്ടർ 77-ആയപ്പോൾ അന്ന് അതിൽ ആരംഭിച്ച ക്യാമ്പുകളാണെന്ന്. യുവദീപ് ക്യാമ്പ് ആരംഭിച്ചതുപോലെ മിഷൻ ലീഗിന് ക്യാമ്പ് ആരംഭിച്ചു, വൊക്കേഷൻ ക്യാമ്പ് ആരംഭിച്ചു. പിന്നെ അങ്ങോട്ട് പോയ പോക്ക് എന്ന് പറയുന്നത് അത് ആ കോട്ടയത്ത് ആ ഇരിപ്പ് ഒരു 10 വർഷം തുടർച്ചയായിട്ട് ഇരിക്കേണ്ടി വരും. അതിൻ്റെ കാരണം എന്നെ അങ്ങോട്ട് വിടാൻ നേരത്തെ പ്രവർത്തിപ്പിതാവ് പറഞ്ഞു അത് ഇടവയാക്കി മാറ്റണമെന്ന് പറയും. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ അത് ഇടവയല്ലേ, അത് ഫൊറോനാപ്പള്ളിയാണല്ലോ, അത് എങ്ങനെയാകുന്നേ, അതുകൊണ്ട് അങ്ങനെ മാറ്റണം എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആ വിധത്തിലാണ് 10 വർഷം അവിടെ ഇരിക്കാനിടയായപ്പോൾ ആ ഇടവകയെ വാസ്തവത്തിൽ സജ്ജമാക്കി. അത് മുമ്പ് അത് കെയർലെസ്സായിട്ട് പോയി എന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും അവിടുത്തെ ജനം 1500-ഓളം കുടുംബങ്ങൾ 32 ലത്തീൻ ഇടവകൾ പള്ളികളുള്ളതിൻ്റെ കൂടെ അവർ അതിനകത്ത് മേർജ് ചെയ്ത് അവിടെ തന്നെ പൊക്കൊണ്ട് സ്വന്തം പള്ളിയിൽ വരാതിരുന്ന ഘട്ടത്തിൽ അവരെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് ഇടവകയെ സജീവമാക്കി മാറ്റാനായിട്ട് സാധിച്ചത് ഒരു ദൈവകൃപയുടെ പ്രവർത്തനമായിരുന്നു. അതാണ് കോട്ടയത്തെ അജപാലന പ്രവർത്തനം എന്ന് പറയുന്ന ഒരു പ്രത്യേക പാരിഷിൻ്റെ ക്രോഡീകരണമായിരുന്നു. അതാണ് ആ ഘട്ടത്തിൽ നടന്നത്. ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ച് പറയാനുണ്ട്. വാസ്തവത്തിൽ പാസ്റ്റൽ വർക്കിൻ്റെ നിതാന്തമായ ദർശനം ഒരുപാട് കൊച്ചച്ചന്മാർ എൻ്റെ കൂടെ നിന്നോടെ മരിച്ച് ജോലി ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ കൊച്ചച്ചനായിരിക്കുന്ന ആളാണ് ഇന്നിപ്പോൾ സന്ദേശം ഡയറക്റ്റായിട്ട് വരാൻ പോകുന്ന ബാബു അച്ഛന്. കാരണം 3.5 വർഷക്കാലത്തോളം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിധത്തിൽ കുറേയേറെ കൊച്ചച്ചന്മാർ സിറീക്ക് വലിയ കുന്നമ്പലത്തച്ഛനെ പോലുള്ള അച്ഛന്മാരൊക്കെ ഒന്നിച്ചു കൂടിക്കൊണ്ടാണ് ആ ഇടവകയാക്കി രൂപപ്പെടുത്തി. അവിടെ നിന്ന് ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ പുതിയ പള്ളി പണിയാൻ വേണ്ടി പ്ലാനുണ്ടാക്കി, പദ്ധതി ഉണ്ടാക്കി. അത് കഴിഞ്ഞ് തുറന്ന് പോകുമ്പോഴാണ് അതിരമ്പള്ളി ഇങ്ങനെ പ്രത്യേക സാഹചര്യമുണ്ട്, പിതാവിനോട് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം നിരസിച്ചുവെങ്കിലും പിന്നീട് പിതാവ് ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ഏതാണ്ട് 7 വർഷക്കാലം അതിരമ്പള്ളിയിൽ ജോലി ചെയ്തു. അപ്പോൾ സെമിനാരി പഠിപ്പിച്ചുകൊണ്ടാണ് ഇരുന്നത്. സെമിനാരി പഠിപ്പിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ അതിരമ്പള്ളിയിൽ വർക്ക് ചെയ്താണ്ട് 7 വർഷം പൂർത്തിയായപ്പം സെമിനാരിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന 65 വയസ്സായി. 65 വയസ്സായപ്പം പിതാവിന് സൗകര്യമായില്ലേ, എന്നോട് തിരുവനന്തപുരത്ത് പോകാമോ എന്ന് ചോദിച്ചു. കാരണം ഇപ്പം സെമിനാരിയിൽ നിന്ന് വിട്ടല്ലോ. അപ്പം തിരുവനന്തപുരത്ത് പ്രത്യേക സാഹചര്യത്തിൽ പോകേണ്ടതായിട്ട് വന്നു. തിരുവനന്തപുരത്ത് വെച്ചാണ് പത്രത്തിൻ്റെ DBAയുടെ മാനേജിംഗ് ഡയറക്ടർ ചുമതല എൻ്റെ തലയിൽ വരാനിടയായി. അപ്പോൾ ആ DBAയും അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടർ പോസ്റ്റും ഒപ്പം തന്നെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ചെയർമാനും
അതുപോലെ തന്നെ ലൂർദ് ഇടവകയുടെ വികാരി എന്ന നിലയിൽ കുറേ 1.5 വർഷക്കാലം പോയപ്പോൾ എന്നെല്ലാം ഇടവയിൽ നിന്ന് വിടുവിച്ച് ദീപികയെ മാത്രമാക്കി മാറ്റിയിട്ട് അങ്ങനെ കോട്ടയത്തേക്ക് വരാനിടയായി. ആ കാലാവധി കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ പിതാവിനോട് പറയുന്നത്, അച്ഛൻ എങ്ങോട്ട് വേണേലും പോകാം, കൊടമാളൂർക്ക് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് കൊടമാൾ ഓപ്റ്റ് ചെയ്യാനിടയാവുകയും കൊടമാൾ ഇപ്പോൾ 7ാം വർഷമാണ് എന്ന് പറഞ്ഞാൽ കൊടമാളോട് കൂടിയതോടുകൂടി എൻ്റെ പാസ്റ്റൽ ലൈഫിൻ്റെ പീരീഡ് തീർന്നുപോയി. ഞാൻ അറിയാതെ പെട്ടെന്ന് കടന്നുപോയി. അപ്പോൾ അതുകൊണ്ട് കാലാവധി സാധാരണ 75 വർഷമാണ്. കാനലും അനുസരിച്ച് 75 വർഷം കഴിഞ്ഞ് 1 വർഷം കൊണ്ട് കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ഈ മാസം മെയ് 27-ാം തീയതി ഇവിടെ നിന്ന് ഈ യാത്ര പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പാസ്റ്റൽ വർക്ക് എന്തെങ്കിലും സമാപിക്കുന്നുവെങ്കിൽ അത് ഔദ്യോഗിക പാസ്റ്റൽ വർക്ക് സമാപിക്കുന്നേ ഉള്ളൂ. ഐ വിൽ കണ്ടിന്യൂ മൈ റീച്ചിങ് ഔട്ട് ദ വേർഡ് കണ്ടിന്യൂസ്ലി അണ്ടു ദി എൻഡ്. അത് തുടർച്ചയായിട്ട് പല വിധത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിയുമ്പം സ്പോൺസാ തീർത്ഥാടനം ഞാൻ മിഷീലിൽ ഓഫീസിൽ വെച്ച് മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്ത് അന്നത്തെ ഭാരവാഹികളോട് പറഞ്ഞ് അതിൻ്റെ പ്രചാരം നേടി വലിയ ഒരു ആത്മീയ യജ്ഞമായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ചില കാര്യങ്ങളിലും യുവദീപ്തിക്ക് ക്യാമ്പ് ആരംഭിച്ചതുപോലെ അവിടെ ഈ പറയുന്ന ഇവിടെ ആരംഭിച്ചതുപോലെ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കും. തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അവിടെ ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യാൻസർ കെയർ ഹോമിൻ്റെ സൃഷ്ടിയാണ്. കേരളത്തിലെ ഏത് ഭാഗത്തും ക്യാൻസർ രോഗിയായി തരുന്ന ആളിനെ ഫ്രീ ആയിട്ട് താമസിച്ച ഭക്ഷണം കൊടുത്ത് ഏത് ജാതിയിൽപ്പെട്ടയാളായാലും ശരി, ജാതി മതഭേദമന്യേ താമസിക്കാനുള്ള സ്ഥാപനം അവിടെ നിർമ്മിക്കാനിടയായി. ലൂർദ് മാതാ ക്യാൻസർ കെയർ ഹോം എന്നതിൻ്റെ പേരാണ്. 4 നില കെട്ടിടം 100 രോഗികൾക്കും ബൈസ്റ്റാൻഡർക്കും ഒരേ സമയത്ത് താമസിക്കാനും അതിൻ്റെ ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കുന്ന തുക ഇടവക്കാർ തന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതൊരു വലിയ മനസ്സിൻ്റെ സംതൃപ്തിയുള്ളൊരു കാര്യമാണ്. പാവപ്പെട്ട രോഗികൾ ക്യാൻസർ പിടിപെട്ട് വന്നാൽ തിരുവനന്തപുരം സിറ്റി വന്നു കഴിഞ്ഞാൽ അവർക്കൊരു വാടകയ്ക്ക് കിട്ടാൻ സ്ഥലമില്ല. കിട്ടിയാൽ തന്നെ ഭയങ്കര പേയ്മെൻറ്റ്, അതിലൊന്ന് ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കണം, ആരുമില്ലാത്തൊരവസ്ഥ വന്നപ്പോഴാണ് വളരെ മനോഹരമായി താമസിക്കാൻ, അതേസമയത്ത് നല്ല ആരാധന തുടർച്ചയായിട്ട് നടത്താനും വിശുദ്ധ കുർബാന അർപ്പിക്കാനും പങ്കെടുക്കും. പക്ഷേ ഭൂരിഭാഗവും വരുന്നത് ക്രൈസ്തവരല്ലാത്ത ആൾക്കാർ തന്നെയാണ്. അവരും ഭയങ്കര സംതൃപ്തിയാണ് അവിടെ താമസിപ്പിക്കാൻ. അപ്പോൾ അങ്ങ് അവർക്ക് ആത്മീയ സൗഖ്യം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറിയിരുന്നു. ആ വിധത്തിൽ ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ല തൃപ്തിയുണ്ട്. അതിനോട് ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇത് ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ പറയാൻ പറ്റും, പക്ഷേ പറഞ്ഞ സമയം പോകുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. അതിരമ്പുഴപ്പള്ളിയിലെ കപ്പിയാരച്ചൻ ജെയിംസ് ചേട്ടനും മാണീസിനെ കുറിച്ച് പറയുമ്പോൾ 100 നാവാണ്. ബഹുമാനപ്പെട്ട മാണീസിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എസെക്കിയേൽ പ്രവാചകനെയാണ്. എസെക്കിയേൽ പ്രവാചകനെ ദൈവം അസ്ഥികളുടെ താഴ്വരയിൽ നിർത്തിയിട്ട് പ്രവാചക നീ നോക്കൂ എന്ന് പറയുമ്പോൾ വരണ്ട അസ്ഥികളെയാണ് പ്രവാചകൻ കാണുന്നത്. പ്രവാചകനോട് പറയുന്നു അവയോട് കൽപ്പിക്കുക, അപ്പോൾ അവയ്ക്ക് മാംസവും രക്തവും ജീവനും വെച്ച് അസ്ഥികൾ ജീവൻ പ്രാപിക്കുന്ന അവസ്ഥയാണ് നമ്മൾ അതിൽ കാണുന്നത്. ഇതുപോലെയാണ് മാണീസിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം അനേകം മനുഷ്യരിൽ അന്ധകാരത്തിലും ജീവിതത്തിൻ്റെ നിരാശയിലും തകർച്ചയിലും വേദനയിലും എങ്ങോട്ട് പോകണമെന്നറിയാതെ കഴിയുന്ന അനേക മനുഷ്യർക്ക് ആ വചനിൽ നിന്ന് പുറപ്പെട്ട വചനം വെളിച്ചമായി ശക്തിയായി പ്രകാശമായി തീർന്നിട്ടുണ്ട് എന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിരുമഴയിൽ തന്നെ അനേക കുഞ്ഞുങ്ങളെ അച്ഛൻ വലിയ നിരാശയിൽ നിന്നും തകർച്ചയിൽ നിന്നും പിടിച്ചുയർത്തി അവർക്ക് ജീവിതത്തിൻ്റെ വലിയ നിലകളിലേക്ക് അച്ഛൻ എത്തിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. എനിക്ക് വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മോൻ മരിച്ച ആ അവസ്ഥയിൽ ഞാൻ തകർന്നു നിന്നപ്പോൾ അച്ഛനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എന്നെ ആശ്വസിപ്പിച്ച ആ നിമിഷങ്ങളിൽ അച്ഛനിൽ നിന്ന് പുറപ്പെട്ട ശക്തി എൻ്റെ ഹൃദയത്തിന് വലിയ ശക്തിയായി വരികയും എന്നിൽ നിന്ന് ആ വേദനയും നിരാശയും എടുത്തു മാറ്റി വീണ്ടും ജീവിതത്തിലേക്കും ശുശ്രൂഷയിലേക്കും വരുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നന്ദിയോടെ ഓർക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള, എന്നെ ശ്രമിക്കുന്ന നിങ്ങളോട് പറയുവാനുള്ളത്, അച്ഛൻ്റെ ഇനിയുള്ള തുടർന്നുള്ള വലിയ വലിയ ശുശ്രൂഷകളിൽ അച്ഛൻ വലിയ മേഖലകളിൽ അനേക ആയിരങ്ങൾക്ക് ജീവൻ്റെ വചനം പകർന്നു കൊടുത്തുകൊണ്ട് ശക്തിയായി തീരുവാൻ, പ്രകാശമായി തീരുവാൻ, അതിലൂടെ അനേകരെ ദൈവത്തിലേക്ക് തിരിച്ചു പോകുവാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.